بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب وأحباب وأزواج وذريات سيدنا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമേറിയ സമയങ്ങളിൽ അല്ലാഹുവിൻ്റെ മൂല്യവത്തായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശ പ്രചരണ രംഗത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകിയതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ ഇതിലേറെ സന്തോഷത്തോടുകൂടെ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മക്കള്, ഭാര്യ, സഹോദര സഹോദരി, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, മറ്റ് ഉറ്റവരുടെയവർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ശിഷ്യന്മാർ, നമ്മെ സഹായിച്ചവർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവൻ്റെ പൊരുത്തത്തോടുകൂടെ മാത്രം ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം എണ്ണിപ്പറഞ്ഞവരും എല്ലാത്തവരുമായി ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ അർഹമുർ റഹീമീനായ റബ്ബ് അകറ്റുമാറാകട്ടെ. സഹോദരന്മാരെ, വളരെ വിശേഷപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമളാനുൽ ശരീഫിനെ സ്വീകരിക്കാനും ആദരിക്കാനും വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താനുമുള്ള ഒരുക്കങ്ങളാണ് വിശ്വാസികളുടെ ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് മുതൽ വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനുള്ള മനസ്സുമായാണ് വിശ്വാസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കളായ സലഫുസ്സാലിഹുകളുടെ പതിവ് വർഷം മുഴുവനും വിശുദ്ധ റമളാനിനെ മനസ്സിൽ സ്നേഹിച്ചുകൊണ്ടും റമളാനിനെ അനുസ്മരിച്ചുകൊണ്ടുമായിരുന്നു എന്ന് മഹാന്മാർ പറയുന്നതായി കാണാൻ കഴിയും. മഹാനായ മുഅല്ലബിനുൽ ഫളൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയും. കാനൂ യദ്ഊനല്ലാഹ 6 അശ്ഹുരിൻ അൻ യുബല്ലഗഹും റമളാൻ ثم أن يبلغهم رمضان ثم يدعونه 6 أشهر أن يتقبل منهم. ബഹുമാനപ്പെട്ട മുൻകഴിഞ്ഞു പോയ സലഫുസ്സാലിഹീങ്ങൾക്ക് ഒരു പതിവുണ്ടായിരുന്നു. 6 മാസക്കാലം വിശുദ്ധ റമളാൻ എത്തിക്കിട്ടാൻ വേണ്ടി വിശുദ്ധ റമളാനിലേക്ക് ആയുസ്സോടുകൂടെ ആഫിയത്തോടുകൂടെ വിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വർഷം മുഴുവനും വിശുദ്ധ റമളാനിന് വേണ്ടിയുള്ള ദുആകൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് മഹാനായ ഇമാം ഇബ്നു റജബിൽ ഹംബലി അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മആരിഫിൽ പറയുന്നത്. സലഫുസ്സാലിഹുകളുടെ പതിവാണത്. റമളാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് റമളാനിനെ പുൽകാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. റമളാൻ വന്നു കഴിഞ്ഞതിന് ശേഷം 6 മാസക്കാലം വിശുദ്ധ റമളാൻ അള്ളാഹു സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. ഇത് മുൻകഴിഞ്ഞു പോയവരുടെ പതിവാണ്. വിശുദ്ധ റമളാനിനെ അങ്ങനെയായിരുന്നു അവർ മനസ്സുകൊണ്ട് കണ്ടിരുന്നത്. ആ വിശുദ്ധ റമളാനിനെ 2 മാസങ്ങൾക്ക് മുമ്പ് എന്തായാലും വിശുദ്ധ റമളാനിനെ മനസ്സിൽ കാണാതെ വയ്യ വിശ്വാസികളുടെ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന. നാം ഒക്കെയും പ്രാർത്ഥിച്ചു, പഠിച്ചു, അതിനെക്കുറിച്ച് വിശദമായി ചർച്ചകൾ നടന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ.
ഒരു മുസൽമാന്റെ മനസ്സ് ആ നിലക്ക് ആ നിലപാടിൽ ആയിരിക്കണം എന്നതിന്റെ സൂചനയാണ് ആ പ്രാർത്ഥനയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രഹസ്യം. റജബും ഷാബാനും ബറക്കത്ത് നിറഞ്ഞു തുളുമ്പുന്നതാകണം എന്ന് പറയുമ്പോൾ ആ ബറക്കത്ത് വെറും സാമ്പത്തികം അല്ല, ആത്മീയമായ പുരോഗതി കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രാർത്ഥന. അപ്പോഴാണ് വിശുദ്ധ റമളാനിനെ ആയുസ്സോടുകൂടെ വിശുദ്ധ റമളാനിനെ എത്തിയാലും തൗഫീഖിന്റെ ഭാഗം കൊട്ടിയടക്കപ്പെട്ടു പോയാൽ അവന്റെ ജഡം മാത്രം റമളാനിലെ ഉണ്ടാവുകയുള്ളൂ. അതല്ല അവിടെ വേണ്ടത്, വിശുദ്ധ റമളാനിനെ ആത്മീയമായി മനസാന്നിധ്യത്തോടുകൂടെ അള്ളാഹു സ്വീകരിക്കുന്ന പരുവത്തിൽ ലഭ്യമായി കിട്ടാൻ വേണ്ടിയാണ് റജബും ഷാബാനും ബറക്കത്തുള്ളതാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിനെ വരവേൽക്കുന്നത്. വിശുദ്ധ റമളാൻ ഷരീഫിനെ അതിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് മഹാന്മാരൊക്കെയും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. വിശുദ്ധ റമളാൻ തടയപ്പെട്ടാൽ, ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതിന്റെ നഷ്ടം താങ്ങാവുന്നതിലും അപ്പുറമാണ്. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതായി കാണാൻ കഴിയും, മൻ ഹുരിമ ഫി ശഹരി റമളാന ഫഹുവൽ മഹ്റൂം വമൻ ഹുരിമ ഖൈറു ഫഹുവൽ മഹ്റൂം വമൻ ലം യതസബ്ബദ് ഫീഹി ലിമആദിഹി ഫഹുവ മലൂം. വിശുദ്ധ റമളാനിൽ ആർക്കെങ്കിലും ഭാഗ്യം നിഷേധിക്കപ്പെട്ടാൽ അവൻ ഭാഗ്യനിഷേധിയാണ്. വിശുദ്ധ റമളാനിൽ ഒരാൾക്ക് കാരുണ്യം ലഭ്യമായാൽ അവൻ യഥാർത്ഥ ഭാഗ്യവാനാണ്. വിശുദ്ധ റമളാനിൽ നാളെ പരത്രിക ലോകത്തേക്കുള്ള ഭക്ഷണ സാമഗ്രികൾ തയ്യാർ ചെയ്യാത്തവൻ മലൂമാണ്, അധിക്ഷേപിതനാണ് എന്നാണ് മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലത്തായിഫിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകൾ, ഇമാം യഹ്യ ഇബ്നു അബീ കസീർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയും, മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കാനമിൻ ദുആഇഹിം അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമളാൻ വസല്ലിം ലീ റമളാൻ വതസല്ലംഹു മിന്നി മുതഖബ്ബല. അല്ലാഹുവേ സല്ലിംനി ഇലാ റമളാൻ, റമളാനിലേക്ക് എന്നെ നീ ഏൽപ്പിച്ചു തരണമേ. വസല്ലിം ലീ റമളാൻ, റമളാനിലേക്ക് എന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കണമേ. റമളാനിനെ എന്നിലേക്ക് നീ ഏൽപ്പിച്ചു തരണമേ. റമളാനിനെ എന്നിൽ നിന്ന് നീ സ്വീകാര്യോഗ്യമായ നിലയ്ക്ക് ഏറ്റെടുക്കണമേ. എന്ത് നല്ലൊരു പ്രാർത്ഥനയാണ്. റമളാനിലേക്ക് എന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കണമേ, റമളാനിനെ എനിക്ക് നീ ഏൽപ്പിച്ചു തരണമേ, റമളാനിനെ എന്നിൽ നിന്ന് നീ ഏറ്റെടുക്കണം സ്വീകാര്യോഗ്യമായ നിലക്ക്. ഞാനത് വിശദീകരിക്കാതെ തന്നെ അർത്ഥം വ്യക്തമാണല്ലോ. വിശുദ്ധ റമളാൻ അങ്ങനെയാണ് മഹത്തുക്കളായ സലഫുസ് സ്വാലിഹുകൾ കണ്ടിരുന്നത്. റമളാനിനെ സ്വീകരിക്കാനും റമളാനിനെ ബഹുമാനിക്കാനും അവർ മനസ്സിന്റെ ഏറ്റവും വലിയ താല്പര്യമായി കണ്ടിരുന്നു. നോക്കൂ നിങ്ങളെ, നമ്മളിപ്പോഴുള്ളത് വിശുദ്ധ ഷാബാനിലാണ്. ഈ ഷാബാൻ മാസം നോമ്പ് നോൽക്കൽ പുണ്യമുണ്ടോ ഇല്ലേ ചർച്ചയാണ് പണ്ഡിതന്മാർക്കിടയിൽ. ആ ചർച്ചകൾക്കിടയിൽ ഒരു ഹദീസ് മഹാന്മാർ കൊണ്ടുവരുന്നു. ഏതാണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ചോദ്യമാണ്. സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു സിയാമി അഫ്ളലു ബഅദ റമളാൻ, റമളാനിന് ശേഷം നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഷഅബാനു തഅളീമൻ ലി റമളാൻ, അത് ഷഅബാനാണ്, റമളാനിനെ ആദരിക്കാൻ വേണ്ടി. നമ്മൾ ചിലപ്പോഴൊക്കെ വിശുദ്ധ റമളാനിന് ശേഷം ഏറ്റവും പവിത്രമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് എന്നൊക്കെ ഹദീസുകളിലുണ്ട്. അപ്പോൾ ആ ഹദീസും ഈ ഹദീസും തമ്മിൽ വൈരുദ്ധ്യമാവുകയില്ലേ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് വിശുദ്ധ റമളാനിന് ശേഷം ഷാബാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പിന്റെ മാസം എന്ന് നബിതങ്ങൾ പറഞ്ഞതിന് ന്യായം എന്താണ് പറഞ്ഞത്? അതാണ് ഇപ്പോൾ ഈ ഹദീസ് ഓതിയതിന്റെ ലക്ഷ്യം. ഷാബാനാണ് ഏറ്റവും പവിത്രമായ നോമ്പ് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട മാസം. കാരണം തഅളീമൻ ലി റമളാൻ, റമളാനിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഷാബാനിനെ ആദരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം റമളാനിന്റെ ആദരവാണ്. അപ്പൊ റമളാനിനെ ബഹുമാനിക്കാനാണ് ഷാബാനിനെ ബഹുമാനിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, മുഹറം മാസവും മറ്റ് മാസങ്ങളൊക്കെ നോമ്പ് നോൽക്കൽ കൊണ്ട് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണെങ്കിലും റമളാനിനെ ബഹുമാനിക്കുക എന്ന പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടെ ഈ ശാബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് പുണ്യം കൂടുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്.
വെറും ഒരു നോമ്പ് എന്നുള്ള നിലക്കുള്ള നോമ്പാണെങ്കിൽ അത് വിശുദ്ധ ശഅബാനിൽ അത്ര മുഖ്യമായി എണ്ണേണ്ടതില്ല. അതേസമയത്ത് റമദാനിനെ ആദരിക്കുക എന്ന ആ ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ ശഅബാനിന്റെ നോമ്പിന്റെ പവിത്രത കൂടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ റമദാൻ ഷരീഫിനോട് അടുത്തു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും മുസൽമാന്റെ മനസ്സ് റെഡിയായി നിന്നുകൊള്ളണം. അതാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും നമ്മുടെ മുൻകഴിഞ്ഞു പോയ മാതൃകരായ പിതാക്കളും പിതാമഹന്മാരും നമ്മുടെ മാതാക്കളും മാതാമഹികളും പിതാമഹികളുമായ നമ്മുടെ തലമൂത്ത കാരണവന്മാർ അവരെല്ലാവരും നനച്ചുകുളി എന്ന പേരിൽ ഒരു പ്രത്യേകമായ ഏർപ്പാടുകൾ വിശുദ്ധ ശഅബാനുകളോടുകൂടെ വീട് വീടാന്തരം ഉണ്ടാകാറുണ്ട്. അതിന്റെ പിന്നിലുള്ള രഹസ്യവും വിശുദ്ധ റമദാനിനെ ബഹുമാനിക്കലാണ്. ഞാനിത് പറയുന്നത് വിശുദ്ധ റമദാനിനെ ബഹുമാനിക്കുക എന്ന കാഴ്ചപ്പാടിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അത് ബറാഅത്ത് രാവിനെ സ്വീകരിക്കുന്നതായാലും ശരി, നാം ഒരു വയറ് സംഘടിപ്പിച്ചുകൊണ്ട് റമദാനിന്റെ മുന്നൊരുക്കം സംഘടിപ്പിക്കലാണെങ്കിലും ശരി, എത്രത്തോളം വീടുകളിൽ ഉമ്മമാരെ നനച്ചുകുളിയുടെ പേരിൽ ഒരു പലകയെങ്കിലും തേച്ച് വൃത്തിയാക്കുന്നത് റമദാനിനെ സ്വീകരിക്കാനുള്ള ബഹുമാനത്തിന്റെ പേരിലാണോ, തീർച്ചയായും ആ ബഹുമാനം കാരണം ആ കക്ഷികൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ കിടപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത് എല്ലാം നേടേണ്ടതും എല്ലാം കിട്ടേണ്ടതും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായാണ്. കഴിഞ്ഞുപോയ മഹത്തുക്കൾ മുഴുവനും വലിയ ഭാഗ്യശാലികളായിട്ടുണ്ട്. വിലായത്ത് കൊണ്ട് ഭാഗ്യശാലികളായവരുണ്ട്, ഇഖ്ലാസ് മൂത്ത് ഭാഗ്യം കിട്ടിയവരുണ്ട്, തഖ്വയിൽ ഉന്നതമായ മർത്തബയിലെത്തിക്കൊണ്ട് ഭാഗ്യം കിട്ടിയവരുണ്ട്, വിവിധ ശൈലികളിൽ ഭാഗ്യം കിട്ടിയവർ. എല്ലാ ഭാഗ്യവും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഈ കാരുണ്യ കുറിക്ക് കൊണ്ടാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതാണ് ഈ ഒരു അള്ളാഹുവിന്റെ കാരുണ്യ മുഹൂർത്തത്തിന് വേണ്ടിയാണ് നാം ഒക്കെയും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കാരുണ്യം നൽകാൻ കൂടുതൽ സമയം വേണമെന്നില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലയും പരപ്പും മനസ്സിലാക്കുമ്പോൾ അവന്റെ കാരുണ്യത്തിന്റെ ഹോൾഡറായി നമ്മൾ മാറിത്തീരാൻ ചെറിയ ചില മുഹൂർത്തങ്ങളുടെ പരിഗണന തന്നെ വലിയ ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാര്യം. അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹു തആല പറയുന്നു, മനിഷ്താഖ ഇലാ റഹ്മത്തി റഹിംതുഹു. ഞാൻ കാരുണ്യം ചെയ്യാൻ അതിന്റെ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, മനിഷ്താഖ ഇലാ റഹ്മത്തി റഹിംതുഹു. എന്റെ കാരുണ്യത്തിലേക്ക് ഒരാൾ കൊതി വെച്ചാൽ തന്നെ ഞാൻ അവന് കരുണ ചെയ്യും. നോക്കൂ നിങ്ങൾ, നമുക്ക് മനസ്സിൽ ഒരു താല്പര്യമുണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. മനസ്സിൽ കൊതി ഉണ്ടാവുക, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കൊതി ഉണ്ടായാൽ പോലും അള്ളാഹു തആല കാരുണ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. എത്ര വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്റെ കാരുണ്യത്തിലേക്ക് കൊതി വെച്ചവന് ഞാൻ കരുണ ചെയ്യും. കണ്ടോ, എത്ര വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിതരണം. ഈ കാരുണ്യ വിതരണത്തിന്റെ മെമ്പറായി, അതിന്റെ ഒരു ഹോൾഡറായി, അതിന്റെ ഒരു ഉടമയായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ നാം ഭാഗ്യവാന്മാരാണ്. അതിനുവേണ്ടിയാണ് സത്യത്തിൽ വിശുദ്ധ റമളാനെ നാം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നത്. നോക്കൂ നിങ്ങള്, വിശുദ്ധ റമളാനിനെ മനം കൊണ്ട് നാം പ്രണയിച്ചാൽ തന്നെ നമുക്ക് രക്ഷ നേടാൻ കഴിയും. വിശുദ്ധ റമളാനിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുക അത് വല്ലാത്തൊരു ഭാഗ്യമുള്ള മനസ്സിന്റെ ലക്ഷണമാണ്. അത് സാധാരണ മനസ്സല്ല. വിശുദ്ധ റമളാൻ വരുമ്പോഴേക്ക് അതിനെ താലോലിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും സ്വീകരിക്കാനും പാകമായ വിശാലമായ മനസ്സ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബറാഅത്ത് രാവിനെയും മുഅ്മിനീങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബറാഅത്ത് രാവ് ഇന്ന് ചർച്ചയേറിയ ഒരു സബ്ജക്റ്റാണ്. അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ധാരാളമുണ്ട്. ഒരു കാര്യം പറയാം, ലോകത്ത് വിശ്വാസികളുടെ മേഖലകൾ എവിടെയെല്ലാമാണോ വിശ്വാസത്തിന് കളങ്കം വരാത്ത മോമിനീങ്ങൾ ലോകത്ത് എവിടെയുണ്ടോ
ഇടങ്ങളിലെല്ലാം ബറാഅത്തിരുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പണ്ഡിത ശിരോമണികളുടെ സൂര്യന്മാരായി വിലസുന്നവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യത്തിൽ ഒരു വർഷത്തിൽ 15 ദിനരാത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആ 15 രാത്രികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, രാവുകളെ കുറിച്ച്. ആ രാവുകൾ മുഴുവനും പകൽ പോലെ ജീവസുറ്റതാക്കാനും ആരാധനകളെ കൊണ്ട് ധന്യമാക്കാനുമാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അത് മഹാനായ ഗസാലി ഇമാമ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം അബൂ ത്വാലിബിൽ മക്കി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖൂത്തുൽ ഖുലൂബിലും പറയുന്നുണ്ട് 15 രാത്രികൾ. വയുസ്തഹബ്ബു ഇഹ്യാഉ 15 ലൈലത്തൻ ഫിസ്സനതി. ഒരു വർഷത്തിൽ 15 രാവുകളെ ജീവൻ നൽകൽ സുന്നത്താണ്. ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആ രാത്രി പരമാവധി ആരാധനകളെ കൊണ്ട് ധന്യമാക്കുക എന്നതാണ് അതിന്റെ പിന്നിലുള്ളത്. ആ രാത്രികളെ 15 എണ്ണം ഇപ്പോൾ ഞാൻ എണ്ണുന്നില്ല. 6 രാവുകൾ വിശുദ്ധ റമദാൻ മാസത്തിലാണ്. ആ 15 രാവുകളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ എണ്ണുന്നു ഒരു രാത്രി വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസം 15-ാം രാവ് അഥവാ ബറാഅത്ത് രാവ്. ഈ ബറാഅത്ത് രാവിനെയും 15 രാവുകൾ ഒരു വർഷത്തിൽ 365ഓളം ദിവസങ്ങളിൽ 15 ദിവസങ്ങളെ മാറ്റി നിർത്തിയ കൂട്ടത്തിൽ ശഅബാൻ മാസം 15-ാം രാവിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആരാണ്? വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബറാഅത്ത് രാവിനെ ജീവസുറ്റതാക്കാൻ വേണ്ടി നിർദ്ദേശിച്ച പണ്ഡിതന്മാരിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു 19 പകലുകളെ ഇബാദത്തുകളെ കൊണ്ട് ഇടവിടാതെ തുടർച്ചയായി ആരാധനകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട 19 പകലുകളിൽ ഒരു പകലായി എണ്ണിയത് യൗമുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം ദിനമാണ്. ഞാനിതൊക്കെ പറയുന്നത് വിശുദ്ധമായ രാവുകളെയും സമയങ്ങളെയും കൊച്ചാക്കി കാണാൻ വേണ്ടി ചില നിർഭാഗ്യശാലികൾ മെനക്കെടാറുണ്ട്. അവർക്ക് അവരുടെ കെണിവലയിൽ കുടുങ്ങിപ്പോയി ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലൈലത്തുൽ മുബാറക, ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ ഖദ്രി വത്തഖ്ദീർ, ലൈലത്തുൽ ഖിസ്മത്തി വത്തഖ്ദീർ വലൈലത്തുൽ ഇജാബ വലൈലത്തുൽ ബറാഅ. എന്തെല്ലാം പേരുകളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പേരുകളുടെ ആധിക്യം തന്നെ ഒരു രാവിന്റെ ബഹുമാനത്തെ സൂചിപ്പിക്കുന്നുവെന്ന്. പേരുകളുടെ ആധിക്യം, ബഹുമാനപ്പെട്ട ബറാഅത്ത് രാവിന്റെ പേരുകളുടെ ആധിക്യം ആ ബറാഅത്ത് രാവിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അത്രമാത്രം പേരുകൾ അതിനുണ്ട്. അത്രയും ബഹുമാനമുള്ള രാവുകളായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ലൈലത്തുൽ ബറാഅയെ കാണുന്നത്. നോക്കൂ നിങ്ങള്, അത് ബറാഅത്ത് രാവിനെ കുറിച്ച് ഗസാലി ഇമാം പറഞ്ഞാലും അബൂ ത്വാലിബിൽ മക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞാലും അവരൊക്കെ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ വിശദീകരിക്കുന്ന സ്വഭാവത്തിലും ആ റൂട്ടിലുമുള്ള പണ്ഡിതന്മാരാണ് ഈ പറഞ്ഞത് എന്നുള്ള നിലക്കാണ് ആ പണ്ഡിതന്മാരുടെ ഉദ്ധരണി നാം വായിച്ചത്. ഇനി അതുകൊണ്ട് തൃപ്തി വരാത്ത ആളുകൾക്ക് വേണ്ടി ഹദീസ് ഓതാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നോക്കൂ. എന്താണ് ആ ഹദീസ്? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്യൽ ലയാലിയൽ ഖംസ വജബത് ലഹുൽ ജന്ന.
5 രാത്രികളെ ഒരാൾ ജീവസുറ്റതാക്കിയാൽ അയാൾക്ക് സ്വർഗം ഉറച്ചതു തന്നെ, സ്വർഗം നിർബന്ധമായി എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇസ്ഫഹാനി തങ്ങൾ അദ്ദേഹത്തിന്റെ തർഗീബ് വ തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ വായിക്കുന്നത്. മാൻ അഹ്യൽ ലയാലിയൽ ഖംസ വജബത്ത് ലഹുൽ ജന്ന, 5 രാത്രികളെ ഒരാൾ ജീവസുറ്റതാക്കിയാൽ അയാൾക്ക് സ്വർഗം ഉറച്ചതു തന്നെ. ആ 5 രാത്രികൾ ഏതെല്ലാമാണ്? ലൈലത്തു തർവിയ വ ലൈലത്തു അറഫ വ ലൈലത്തു നഹർ വ ലൈലത്തുൽ ഫിത്ർ. ദുൽഹിജ്ജ മാസം 8-ാം രാവ്, 9-ാം രാവ്, 10-ാം രാവ്, പിന്നെ ചെറിയ പെരുന്നാൾ രാവ്. 5-ാമതായി എണ്ണുന്ന വ ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിലെ 15-ാം രാവ്. അപ്പോൾ ബറാഅത്ത് രാവിനെ കുറിച്ച് ഈ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും ഇപ്പോൾ മറുപടിയായിട്ടുണ്ട്. വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹിന്ന ദുആ, 5 രാത്രികൾ പ്രാർത്ഥന ആ രാത്രികളിൽ തള്ളപ്പെടാത്ത പ്രാർത്ഥനകളായിരിക്കുമെന്ന്. 5 രാത്രികളിൽ ഒരാൾ അള്ളാഹുവിനോട് വല്ല വിഷയത്തിലും കേണപേക്ഷ നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറും കൈയോടെ മടക്കുകയില്ല. അങ്ങനെയുള്ള 5 രാവുകളുണ്ട്. അത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുഹൂർത്തങ്ങളാണ്. അതേതെല്ലാമാണ് ആ 5 രാവുകൾ? ലൈലത്തുൽ ജുമുഅ, ഒന്ന് വെള്ളിയാഴ്ച രാവാണ്. വ അവ്വലു ലൈലത്തിൻ മിൻ റജബിൻ, റജബ് 1-ാം രാവാണ്. വ ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവാണ്. കണ്ടോ? ഏത് നിലക്ക് എടുക്കുകയാണെങ്കിലും വളരെ ബഹുമാനമുള്ള രാവ്, ഏത് നിലക്ക് എടുക്കുകയാണെങ്കിലും വലിയ ബഹുമാനമുണ്ടെന്ന് മഹാന്മാരായ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളായ പണ്ഡിതന്മാര് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഹദീസുകളിൽ പഠിപ്പിച്ച അത്രയും ബഹുമാനമുള്ള രാത്രികളുടെ കൂട്ടത്തിൽപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് വിശുദ്ധ ബറാഅത്ത് രാവ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. മഹാനായ ഇമാം അൽ ഗൗസുൽ അഅ്ലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സബഹുൽ അസീസ് മഹാനുഭാവന്റെ അൽ ഗുന്യ എന്ന് പറയുന്ന ഗ്രന്ഥം ലോകപ്രസിദ്ധമാണ്. ആ ഗ്രന്ഥത്തിന്റെ താളുകളിൽ ബറാഅത്ത് രാവ് എന്ന് പ്രത്യേകം അധ്യായം കൊടുത്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ പരാമർശിക്കുന്നതായി കാണാൻ കഴിയും. ബറാഅത്ത് രാവ് ഫസ്ലുൻ ഫീ ലൈലത്തിൽ ബറാഅ, കേരളത്തിലുള്ള സമസ്തക്കാരായ സുന്നികൾ ഉണ്ടാക്കിയിട്ടുള്ള പേരാണ് ഇത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില സാധുക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ ഫിത്നയിൽ നിന്ന് ലോക മുസ്ലിമീങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഹത്തുക്കളെയും ബഹുമാനപ്പെട്ട രാവുകളെയും സമയങ്ങളെയും ബഹുമാനപ്പെട്ട കർമ്മങ്ങളെയും തൊട്ടുകളിക്കുന്ന അത്രയും നിർഭാഗ്യത്തിന്റെ ലക്ഷണങ്ങളെ പ്രകടമാക്കുന്ന കക്ഷികളാണവർ. റഹ്മുർ-റഹീമീനായ റബ്ബേ, അവർക്ക് നീ ഹിദായത്ത് കൊടുത്ത് രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അവരെ നീ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ റഹ്മാനേ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം വഫാത്തായി പോയിട്ട് 9 നൂറ്റാണ്ടുകളോളമായി, 8 നൂറ്റാണ്ട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ലൈലത്തുൽ ബറാഅ എന്ന് പ്രത്യേകം പേര് കൊടുത്തു എന്ന് മാത്രമല്ല, മഹത്തുക്കളായ മഹത്തുക്കൾ അതിന് പല പേരുകളും പറഞ്ഞു. ബഹുമാനപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ കിതാബിൽ അധ്യായം കൊടുത്തത് ഫസ്ലുൻ ഫീ ലൈലത്തിൽ ബറാഅത്തി വമാ ഖസ്സത്ത് ബിഹി മിൻ റഹ്മത്തി വൽ കറാമത്തി വൽ ഫളായിലി. ബറാഅത്ത് രാവും ആ രാവിലെ പ്രത്യേകമായ കാരുണ്യവും ആ രാവിന്റെ ബഹുമാനങ്ങളും ശ്രേഷ്ഠതകളും എത്രയുണ്ടെന്ന് പഠിപ്പിക്കുന്ന അധ്യായമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ അധ്യായം കൊടുത്തിരിക്കുന്നത്. അതിൽ ബഹുമാനപ്പെട്ടവർ കൊടുത്ത നിരവധി ഹദീസുകളുടെ കൂട്ടത്തിൽ നാം ഒക്കെയും പലപ്പോഴും കേട്ട ഹദീസുകളായിരിക്കാം. യൻസിലുല്ലാഹു തബാറക വ തആല ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഇല സമാഇദ് ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ഇറങ്ങുന്ന രാത്രിയാണ് അത് എന്നാ പറയുന്നത്.
അള്ളാഹുവിന്റെ കാരുണ്യമിറങ്ങുന്ന രാത്രി. ഞാൻ പറഞ്ഞു വരുന്നത് ഗൗസുൽ ആലമിന്റെ കിതാബ് ഗുന്യത്തുർത്തിയ വായിച്ചാൽ നമ്മുടെയൊക്കെ വയറ് നിറയാൻ മാത്രമുള്ള ഹദീസുകളുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് ഗുന്യത്ത് എന്നൊക്കെ പറയുമ്പോൾ ചിലവരൊക്കെ പരിഹസിക്കും. നമ്മുടെ മുതാലിമീങ്ങളിൽ തന്നെ ചില ആളുകൾക്കൊക്കെ അത്തരം വിഷയങ്ങളിൽ സംശയമുണ്ടാകുന്നത് കൊണ്ട് ഫുഖഹാക്കളിൽ പ്രത്യേകം ഭാഗ്യസിദ്ധി നേടിയിട്ടുള്ള ഫഖീഹാണല്ലോ, വലിയ പണ്ഡിതനാണല്ലോ, മുഹഖിഖീങ്ങളുടെ കൂട്ടത്തിൽ ഹാത്തിമത്ത് എന്ന ടൈറ്റിൽ കിട്ടിയ മഹാനാണല്ലോ, മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇത്ഹാഫു അഹ്ലിൽ ഇസ്ലാം ബിഖുസൂസിയാത്ത് സിയാം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ സമാപനമായി അദ്ദേഹം കൊടുത്തിരിക്കുന്ന അധ്യായം ബറാഅത്ത് രാവിനെ കുറിച്ചുള്ള അധ്യായമാണ്. ഖാത്തിമത്തും ഫീ ദിക്രി നിസ്ഫി ശഅബാന, ശഅബാൻ 15ന്റെ ബഹുമാനമെന്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക അധ്യായമാണ്. ആ അധ്യായത്തിൽ ബഹുമാനപ്പെട്ടവരെ ആദ്യം തന്നെ കൊണ്ടുവരുന്ന ഹദീസ് ഇദാ കാനത്ത് ലൈലത്തു നിസ്ഫി ശഅബാൻ ഫഖുമൂ ലൈലഹാ വസുമൂ നഹാറഹാ ഫഇന്നല്ലാഹ യൻസിലു ഫിഹാ. ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന ഹദീസ് സംഗതി വഈഫായ ഹദീസാണെങ്കിലും അത് തെളിവിന് യോഗ്യമായ ഹദീസാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് നിസ്കാരത്തിന്റെ ഹദീസ് വഈഫായ ഹദീസാണ്. പക്ഷേ വഈഫായ ഹദീസ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം അതിനെ തള്ളണം എന്നല്ല. വഈഫായ ഹദീസ് പിൻബലത്തോടുകൂടെ വന്നതാണെങ്കിൽ അത് തെളിവിന് യോഗ്യമാണ്. തസ്ബീഹ് നിസ്കാരത്തിന്റെ ഹദീസിന്റെ ഒറ്റപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിച്ചാലും വഈഫാണ്. പക്ഷേ തെർശീഹ് നോക്കിയാൽ കാണാൻ കഴിയും ആ ഹദീസ് ഹസനിന്റെ മർത്തബയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹസന് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഈ സാങ്കേതിക ഭാഷകൾ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയില്ല. മുതഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും അറിയാം. സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നു സഹീഹി ഹസനി എന്നൊക്കെ പറഞ്ഞാൽ അത് ലക്ഷ്യത്തിന് പറ്റുന്ന ഹദീസാണ് എന്നാണ് അതിന്റെ അർത്ഥം. ലക്ഷ്യത്തിന് പറ്റുന്ന ഹദീസായി മാറിയത് എങ്ങനെയാണ്? വഈഫായ ഹദീസ് അതിന് പിൻബലമുണ്ടായത് കൊണ്ടാണ്. ഇതേപോലെ പിൻബലം ഉണ്ടായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫത്താവയിൽ പറഞ്ഞു, ബറാഅത്ത് രാവിനെ കുറിച്ച് വന്ന ഹദീസ് ബറാഅത്ത് രാവിനെ ജീവസുറ്റതാക്കാനും ബറാഅത്ത് രാവിന്റെ പിറ്റേന്നുള്ള ശഅബാൻ 15ന്റെ നോമ്പ് പുണ്യമാണെന്നും അറിയിക്കുന്ന ഹദീസ് മുഹ്തജ്ജ് ബിഹിയാണ്. അത് തെളിവിന് പറ്റിയതാണ്, അത് ലക്ഷ്യമാക്കാൻ പറ്റിയ ഹദീസാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇതേ ഹദീസിനെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇത്ഹാഫു അഹ്ലിൽ ഇസ്ലാം ബിഖുസൂസിയാത്തി സിയാം എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വഫീ ഫളാഇഹാ അഹാദീസു ഉഖറ മുതഅദ്ദിദാ. ബറാഅത്ത് രാവിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കാൻ ഈ ഒരു ഹദീസ് മാത്രമല്ല ഉള്ളത്. അദ്ദേഹം പറയുകയാണ് അഹാദീസു ഉഖറ മുതഅദ്ദിദാ, എണ്ണപ്പെട്ട ഹദീസുകൾ മറ്റ് പലതും ഉണ്ട്, ഒരു ഹദീസിൽ മാത്രം ചുരുക്കുന്നില്ല എന്ന് ചുരുക്കം. സുബ്ഹാനല്ലാഹ്, മുഹഖഖീങ്ങളായ തഹ്ഖീഖിന്റെ പണ്ഡിതന്മാര് പോലും സൂഫിയാക്കള് മാത്രമല്ല, ഏതെങ്കിലും ശ്രേഷ്ഠതകൾ പറയുന്ന പണ്ഡിതന്മാര് മാത്രമല്ല, വയല് പറയുന്ന പണ്ഡിതന്മാര് മാത്രമല്ല, ഫിഖ്ഹിനെ കൈകാര്യം ചെയ്യുന്ന മുഹഖഖീങ്ങളായ പണ്ഡിതന്മാര് വരെ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വർത്തമാനകാലത്ത് സുന്നികളായ പലർക്കും തന്നെ ഈ വിഷയത്തിൽ അങ്കലാപ്പ് തോന്നുന്നത് കൊണ്ട് ബിദ്അത്തുകാരുടെ പ്രഭാഷണങ്ങളുടെ അവരുടെ പുറംപൂച്ചുകളുടെ ബാക്യമായ അവരുടെ പഞ്ചാരവാക്കുകളിൽ മയങ്ങി വീണുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന മുഅ്മിനീങ്ങളെ ഒരിക്കലും നമ്മുടെ ഈമാനിനെ ക്ഷതമേൽപ്പിക്കരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടോ എത്ര ഹദീസുകളും എന്തെല്ലാം വിഷയങ്ങളുമാണ് ബഹുമാനപ്പെട്ടവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ വായിച്ചാൽ നമുക്ക് സമയം മതിയാവുകയില്ല. ഈ സമയം ആർക്കും അത്ര പറ്റിയ സമയമല്ല എനിക്കറിയാം. ബറാഅത്ത് രാവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ സമയത്ത് തന്നെ. മഗ്‌രിബിന് ശേഷം മറ്റ് ലൈവ് ഉണ്ട്, എനിക്കും മറ്റ് ചില തിരക്കുകൾ ഉണ്ട്. സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ലാസ്സുകളാണെങ്കിൽ കുറെ ആയി ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്.
അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ പരിഹാരം എന്നുള്ള നിലക്കുമാണ് ഈ ബറാഅത്ത് രാവിനെ കുറിച്ച് ബർക്കത്തിന് വേണ്ടി പറയുമ്പോൾ അതിന്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു കാണിച്ചു തരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശാമുകാരായ താബീങ്ങൾ ഈ ബറാഅത്ത് രാവിനെ ബഹുമാനിക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ പറയുമ്പോ, ഒസാരിമാനെ പറയുമ്പോ, ഉസ്താദെ അതൊക്കെ 5-ാം നൂറ്റാണ്ടിൽ വന്ന മഹാന്മാരല്ലേ? മഹാനായ താബിഉകളിൽ പ്രമുഖരായ ഖാലിദ് ബിൻ മഅദാൻ റളിയല്ലാഹു അൻഹു, മക്ഹൂൽ റളിയല്ലാഹു അൻഹു, ലുഖ്മാൻ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം ഈ രാവുകളെ ബഹുമാനിക്കാൻ വേണ്ടി മാത്രം തക്കം പാർത്ത് കഴിഞ്ഞിരുന്ന രംഗം മഹാനായ ഇബ്നു ഹജർ ഹംബലി മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇത്ഹാഫിൽ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, وعن عمر بن عبد العزيز رضي الله عنه أنه كتب لعامله بالبصرة عليك ب4 ليال في السنة. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലിയ ഭരണാധികാരിയാണ്, പണ്ഡിതനുമാണ്, താബിഉകളിൽ പ്രമുഖനുമാണ്. ആ മഹാനുഭാവൻ തന്റെ ഗവർണർമാരിലേക്ക് എഴുത്തെഴുതി കൊടുക്കുന്നു. ബസറയിലുള്ള ഗവർണറിലേക്ക് എഴുത്തെഴുതി കൊടുത്തേക്കുകയാണ്. അന്നത്തെ ഭരണാധികാരികൾ ആത്മീയ നേതാക്കന്മാരുമായിരുന്നു, പണ്ഡിത സൂര്യന്മാരുമായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബസറയിലുള്ള തന്റെ കീഴുദ്യോഗസ്ഥനായ ഗവർണറിലേക്ക് എഴുത്തെഴുതി കൊടുത്തേക്കുകയാണ്. അലൈക ബി4 ലയാലിൻ ഫി സനതി. ഭരണാധികാരി, ഗവർണറെ, നിങ്ങൾ 4 രാത്രികളെ വർഷത്തിൽ വിസ്മരിച്ചു പോകരുത്. വർഷത്തിൽ 4 രാവുകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, പരിഗണിക്കണേ. അതേതാണ്? ഫഇന്നല്ലാഹ യുഫർരിഖു ഫീഹിന്ന റഹ്മത ഇഫ്റാഗാ. കാരണം ഫഇന്നല്ലാഹ യുഫർരിഖു ഫീഹിന്ന, ആ 4 രാവുകളിൽ അല്ലാഹു തആല ചൊരിച്ചുകൊണ്ടിരിക്കും റഹ്മത, കാരുണ്യത്തെ, ഇഫ്റാഗാ, കാരുണ്യം ചൊരിച്ചുകൊണ്ടിരിക്കും. പരിധിയില്ലാത്ത ചൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ വറ്റി വരേണ്ട അവസ്ഥയുണ്ടാകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കുറവിന്റെ പേരിലല്ല, നമ്മുടെ കുറവിന്റെ പേരിലാണ്, നമ്മൾ അയോഗ്യരായതിന്റെ പേരിലാണ്. അള്ളാഹു തആലാക്ക് ഒരിക്കലും പിശുക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം പറ്റാത്ത, എപ്പോഴും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ ഉടമയാണ്. പക്ഷേ ആ കാരുണ്യം നമ്മുടെ അയോഗ്യത കാരണത്താൽ പലപ്പോഴും നമ്മിലേക്ക് എത്തിപ്പെടുന്നില്ല. എപ്രകാരം? സൂര്യവെളിച്ചം അതിന് പിശുക്കില്ലല്ലോ, ആ വെളിച്ചം എല്ലായിടത്തും എത്തും. പക്ഷേ ഒരാൾ റൂമിന്റെ ഉള്ളിൽ വാതിലടച്ച് ഒളിച്ചിരുന്നാൽ അവിടെ ഇരുട്ടാണ്, സൂര്യവെളിച്ചം കിട്ടുന്നില്ല. കുഴപ്പം സൂര്യന്റേതല്ലല്ലോ, താൻ മതിൽക്കെട്ടിൽ സൃഷ്ടിച്ചതിന്റെ പേരിലാണല്ലോ. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന് അറ്റമില്ല, ഒരു കുറവും ഇല്ല. കുറവുള്ളത്, അയോഗ്യതയുള്ളത് നമുക്കാണ്. തടസ്സത്തിന്റെ വേലി കെട്ടിയത് നമ്മളാണ്. അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ തടസ്സം സൃഷ്ടിക്കുന്ന നമുക്ക് അല്ലാഹു തആല തടസ്സങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് കാരുണ്യം വർഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത 4 സമയങ്ങളാണ്, 4 രാത്രികളാണ്. അതിനെ നീ അവഗണിക്കരുതേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബസറയിലെ ഗവർണറിലേക്ക് എഴുത്തെഴുതി കൊടുക്കുകയാണ്. ആ 4 രാത്രികളെ അതെല്ലാമാണ്: അവ്വലു ലൈലത്തിൻ മിൻ റജബ്, 1 റജബിന്റെ 1-ാം രാവ്, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ്, വലൈലത്തുൽ ഫിത്ർ, വലൈലത്തുൽ അൽഹ, ചെറിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവ്. ഇങ്ങനെ 5 രാവുകളെയാണ് ബഹുമാനപ്പെട്ടവർ എണ്ണിക്കൊടുക്കുന്നത്. 1 റജബ് ആദ്യ രാവ്, മറ്റൊന്ന് ശഅബാൻ 15-ാം രാവ്, മറ്റൊന്ന് ചെറിയ പെരുന്നാൾ രാവ്, മറ്റൊന്ന് വലിയ പെരുന്നാൾ രാവ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വകയായി പറഞ്ഞതല്ല, ഞാൻ നേരത്തെ ഹദീസ് ഓതിയല്ലോ, ആ ഹദീസും തള്ളേണ്ട ഹദീസല്ല. മഹാനായ ഇസ്ഫഹാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മാത്രമല്ല, ഇബ്നു ഹജർ പറയുന്നു ഷാഫി ഇമാമും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഷാഫി ഇമാമിനെ തൊട്ടും ആ ഹദീസ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഷാഫി ഇമാം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞു, വഅസ്തഹബ്ബു കുല്ലമാ ഹുക്കിയ ഫീ ഹാദിഹിൽ ലയാലി വഅസ്തഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, കുല്ലമാ ഹുക്കിയ ഫീ ഹാദിഹിൽ ലയാലി, ഈ രാത്രികളിൽ എന്തെല്ലാം ചെയ്യണമെന്ന് ഹിക്കായത്തുകൾ വന്നിട്ടുണ്ടോ അത് ശരിയായ പിൻബലത്തോടുകൂടെ വന്നതല്ലെങ്കിലും മഹാന്മാരായ ആളുകളാൽ ഹിക്കായത്തിന്റെ ശൈലിയിൽ വന്നതാണെങ്കിൽ പോലും ആ രാവുകളെ ജീവസുറ്റതാക്കാൻ അവകളെല്ലാം പ്രവർത്തിക്കൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പറഞ്ഞു പോയാൽ എത്രയോ പറയാനുണ്ട്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് ശരിയായ പാണ്ഡിത്യമുള്ള മഹാനാണ്. മഹാനവറുകൾ പോലും പറഞ്ഞു, ഇന്നല്ലാഹ തആല യബ്അത്തു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ജിബ്രീൽ അലൈഹിസ്സലാം ഇലൽ ജന്നത്തി ഫയഉമുറുഹാ അൻ തതസയ്യന. ശഅബാൻ 15-ാം രാവിൽ അല്ലാഹു തആല ജിബ്രീലിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് സ്വർഗത്തിനോട് ഭംഗിയാകാൻ വേണ്ടി കൽപ്പിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്നത് എന്താണ്? അലൈഹിസ്സലാം, ഇന്നല്ലാഹ ഖദ് അഅതക ഫീ ലൈലതികി ഹാദിഹി അദദ നജൂമിസ് സമാഅ വഅദദ അയ്യാമിദ് ദുനിയ വഅദദ ഔറാഖിശ് ശജരി വസിനത്തൽ ജിബാലി വഅദദ റിമാൽ. സ്വർഗമേ, നിന്റെ ഈ രാത്രിയിൽ അഥവാ ശഅബാൻ 15-ാം രാവിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കണക്കറിയുമോ? ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ദുനിയാവിന്റെ ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? മരങ്ങളുടെ വൃക്ഷങ്ങളുടെ ഇലകളുടെ എണ്ണം എത്രയാണ്? പർവ്വതങ്ങളുടെ കനം എത്രയാണ്? മണൽത്തരികളുടെ എണ്ണം എത്രയാണ്? ചുരുക്കി പറഞ്ഞാൽ, നേരത്തെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഫ്രിഗു ഫീഹിന്ന റഹ്മത ഇഫ്റാഗാ, കണക്കില്ലാതെ അല്ലാഹു കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്ന രാവുകളാണെന്ന് പറഞ്ഞല്ലോ. ആ കാരുണ്യത്തിന്റെ കണക്കാണ് പറയുന്നത്. നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? അത്രയും കണ്ട് ഇത്തക്കാണ് നരകമോചനമാണ്. വൃക്ഷത്തലപ്പുകളുടെ ഇലകളുടെ എണ്ണം എത്രയാണ്? അത്രയും നരകമോചനമാണ്. കണക്കില്ല സഹോദരന്മാരെ. താബിഉകളിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന മുഫസ്സിറും പണ്ഡിതനുമാണല്ലോ മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞത്, മാ മിൻ ലൈലത്തിൻ ബഅദ ലൈലത്തിൽ ഖദ്രി അഫ്ളലു മിൻ ലൈലത്തി നിസ്ഫി ശഅബാൻ. ലൈലത്തുൽ ഖദർ കഴിഞ്ഞാൽ ശഅബാൻ 15-ാം രാവിനേക്കാൾ ഉത്തമമായ ഒരു രാവ് മറ്റു ദുനിയാവിലില്ല. അത്രയും ശ്രേഷ്ഠതയുള്ള രാവാണ്. സുബ്ഹാനല്ലാഹ്. അതേ മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, വഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ദഫഅ ഇലാ മലക്കിൽ മൗത്ത് സ്വഹീഫതൻ സുബ്ഹാനല്ലാഹ് ഫയുഖാലു യഖ്ബലു റൂഹ മൻ ഫീ ഹാദിഹി സ്വഹീഫ. ലൈലത്തുൽ ബറാഅ അഥവാ ശഅബാൻ 15-ാം രാവ് ആസന്നമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിലേക്ക് ഒരു ഫയൽ കൊടുക്കുന്നു. ആ ഫയലിലുള്ള ആളുകളുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനുഭാവൻ പറയുന്നു, ഫഇന്നൽ അബ്ദ ലയഗ്രിസുൽ ഗിറാസ, ചില ആളുകൾ വൃക്ഷം കുടിച്ചിടുന്നുണ്ടാകും. വയങ്കിഹുൽ അസ്വാജ, ഭാര്യമാരെ കല്യാണം കഴിക്കുന്നുണ്ടാകും. വയബിനിൽ ബുന്യാന, എടുപ്പുകളും ബിൽഡിങ്ങുകളും നിർമ്മിക്കുന്നുണ്ടാകും. അതേ സമയത്ത് വഇന്നസ്മഹു നുസിഖ ഫിൽ മൗതാ, അവന്റെ പേര് മരണപ്പെടാനുള്ളവരുടെ ലിസ്റ്റിൽ ആ ഫയലിൽ പെട്ടിട്ടുണ്ടാകും. അല്ലാഹു തആല മലക്കുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസമാണ് ബറാഅത്ത് രാവ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ മുമ്പേ പറയാറുണ്ട്,
ബറാഅത്ത് രാവിന്റെ അന്ന് കണക്ക് നിശ്ചയിക്കുന്ന ദിവസമാണ്, ബജറ്റ് രാവാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിനെ പലരും പരിഹസിക്കാറുണ്ട്. പരിഹസിക്കേണ്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഖാന സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആയത്തിന്റെ മുറാദ്, ഉദ്ദേശം സുബ്ഹാനല്ലാഹ്, അത് ബറാഅത്ത് രാവാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ ദുഖാന സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് ബറാഅത്ത് രാവാണെന്ന് പറഞ്ഞ മുഫസ്സിറുകൾ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രസിദ്ധമായ അഭിപ്രായമനുസരിച്ച് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണത് പറയാവുന്നത്. എങ്കിലും ധാരാളം പണ്ഡിതന്മാർ അത് ബറാഅത്ത് രാവിനെ കുറിച്ചാണ് വന്നത് എന്ന അഭിപ്രായക്കാരാണ്. ആ ആയത്തിൽ പറയുന്ന സംഗതികൾ എന്തെല്ലാമാണ്? ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ വളരെ അനുഗ്രഹീതമായ രാവെന്ന് പരിചയപ്പെടുത്തി. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങളും തീരുമാനമാകുന്ന ദിവസമെന്നാണ് പറയുന്നത്. ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹു തആല തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് മാറ്റമില്ല എന്നല്ലേ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ലൈലത്തുൻ നിസ്ഫ് ശഅബാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ആയുസിന്റെ കാര്യം ചോദിച്ചാൽ, ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചാൽ പ്രത്യേകമായ ഫലമുണ്ടാകുമോ? അതിനുവേണ്ടി മാത്രം നാം യാസീൻ ഓതിയത് കൊണ്ട് വല്ല കാര്യവും ഉണ്ടാകുമോ? അവിടെ മഹാന്മാരായ ആളുകൾ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ലൈലത്തുൽ ഖിസ്മത്തി വത്തഖ്ദീർ, അല്ലാഹു തആല ബജറ്റ് തയ്യാറാക്കുന്ന രാവാണ്, രാത്രിയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലേക്ക് അല്ലാഹുവിന്റെ ഖളാഇനെ, ഖദറിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയം എന്നാണ്. മലക്കുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരാം, അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരികയില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട കൻസുൻ നജാഹ് എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ ഹമീദ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഷാഫി പണ്ഡിതനായ ഹറമു ഷരീഫിൽ മുദരിസായി സേവനമനുഷ്ഠിച്ച പഴയകാല പണ്ഡിതന്മാരിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കൻസുൻ നജാഹ് വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിന് യൂസുഫ് നബ്ഹാനി തങ്ങൾ പോലും വലിയ അനുമോദനം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, വാലം അന്ന അംറല്ലാഹി തആല ലാ യുബദ്ദറു വലാ യുഗയ്യറു ബഅദ ഇബ്റാസിഹി ലിൽ മലായികത്തി അലൈഹിമുസ് സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലേക്ക് അല്ലാഹുവിന്റെ തീരുമാനത്തെ, വിധിയെ ഏൽപ്പിച്ചു കൊടുത്തതിനു ശേഷം, പ്രകടമാക്കിയതിനു ശേഷം, മലക്കുകളിലേക്ക് ബജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം മാറ്റം വരുത്തുകയില്ല. ബിഖിലാഫി ഖബല ഇബ്റാസിഹി, മലക്കുകളിലേക്ക് അത് പ്രകടമാക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ മാറ്റം വന്നേക്കാം. ഫഇന്നല്ലാഹ തആല യംഹു മിൻഹു വയുസ്ബിതു മാ യശാ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചതിനെ അവൻ സ്ഥിരപ്പെടുത്തുമെന്നും അവൻ ഉദ്ദേശിച്ചതിനെ അവൻ മാറ്റം വരുത്തുമെന്നും അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സഹോദരന്മാരെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഒക്കെയും ബറാഅത്ത് രാവിൽ പ്രത്യേകമായ 3 യാസീൻ ഓതാറുള്ളത്. ബറാഅത്തിന്റെ രാവിൽ നമ്മളൊക്കെയും 3 യാസീൻ ഓതാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ 3 യാസീനിന്റെ ശേഷം പ്രത്യേകമായൊരു പ്രാർത്ഥന ചെയ്യാറുണ്ട്. ആ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ആ പ്രാർത്ഥന വെറും ഒരു ആരെങ്കിലും മെനഞ്ഞെടുത്ത പ്രാർത്ഥനയല്ല. മഹാനായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസന്നിഫ് എന്ന ഗ്രന്ഥത്തിലും, മഹാനായ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദുആ എന്ന ഗ്രന്ഥത്തിലും, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മാ ദആ അബ്ദുൻ ഖത്തു ബിഹാദിഹി ദഅവാതി ഇല്ലാ വസ്സഅല്ലാഹു ലഹു ഫീ മഈശതിഹി.
ഈ പ്രാർത്ഥനകൾ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, ഏത് അടിമയാണോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്, അവന്റെ മഈശത്തിൽ ജീവിതോപാധികളിൽ അല്ലാഹു വിശാലത കൊടുത്തിട്ടല്ലാതെയില്ല. ഏതാണ് ആ പ്രാർത്ഥന? യാദൽ മന്നി വലാ യുമന്നു അലൈഹി യാദൽ ജലാലി വൽ ഇക്റാമി യാദൽ തൗലി ലാ ഇലാഹ ഇല്ലാ അൻത ലഹ്റൽ ലാജീൻ വജാറൽ മുസ്തജീനീൻ വമഅ്മനൽ ഖായിഫീൻ എന്ന് തുടങ്ങിയിട്ട് ബറാഅത്തിനാവിന് ചെല്ലുന്ന ദുആയാണ് ആ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ കുന്ത കതബതനി ഫീ ഉമ്മിൽ കിതാബി ശഖിയൻ ഫംഹു അന്നി ഇസ്മ ശഖാ വഅസ്ബിത്നി ഇൻദക സഈദാ വഇൻ കുന്ത കതബതനി ഇൻദക ഫീ ഉമ്മിൽ കിതാബി മഹ്റൂമൻ മുഖത്തറൻ അലിയ റിസ്ഖി ഫംഹു ഹിർമാനി വയസ്സിർ റിസ്ഖി وأثبتني عندك سعيدا موفقا للخير فإنك تقول في كتابك الذي أنزلت يمحو الله ما يشاء ويثبت وعنده أم الكتاب. സഹോദരന്മാരെ, എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹു തആലയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇൻ കുന്ത കതബതനി ഫീ ഉമ്മിൽ കിതാബ്, പടച്ചവനെ നിന്റെ ലൗഹൽ മഹ്ഫൂദിൽ എന്റെ റിക്കാർഡ് വന്നിട്ടുള്ളത് ശഖിയൻ, പരാജിതൻ എന്ന റിക്കാർഡാണ് വന്നിട്ടുള്ളതെങ്കിൽ എന്റെ ആ പരാജിതൻ എന്ന ലിസ്റ്റിൽ നിന്ന് എന്റെ പേര് മായ്ച്ചിട്ട് വിജയത്തിന്റെ ലിസ്റ്റിൽ എന്റെ പേരിനെ നീ സ്ഥാപിക്കണേ റബ്ബേ. നിന്റെ ആ റിക്കാർഡിൽ ഞാൻ എല്ലാ നിലക്കും നിർഭാഗ്യവാനായി, ഭാഗ്യനിഷേധിയായും ഭക്ഷണത്തിൽ ദരിദ്രവാനായും എന്നെ റിക്കാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ആ ഭാഗ്യനിഷേധത്തിന്റെ പട്ടിക നീ മാറ്റം വരുത്തി എന്നെ നീ വിജയിയും സന്മാർഗങ്ങൾക്ക് സൗഭാഗ്യമുള്ളവനായും ഭക്ഷണ വിശാലത കിട്ടുന്നവനായും നിന്റെ റിക്കാർഡിൽ നിന്ന് റിക്കാർഡ് പെടുത്തണേ. മഹാനായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദുർറുൽ മൻസൂറിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നു. 4-ാം വാള്യത്തില് സൂറത്തുർ റഅദിന്റെ തഫ്സീറിൽ കൊടുത്തിരിക്കുന്നു. മഹാനായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസന്നഫിന്റെ 7-ാം വാള്യത്തിലും ഈ ഹദീസ് കൊണ്ടുവന്നിരിക്കുന്നു. ഞാനിത് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാം അർത്ഥം വെച്ച് പറയേണ്ടി വരും, അങ്ങനെയുള്ള കാലഘട്ടമാണ്. ഞാൻ പറയുന്നത് ബറാഅത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഖിസ്മത്തി വത്തഖ്ദീരി, അത് ബജറ്റ് പ്രഖ്യാപിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ ആളുകൾ അന്ന് പ്രത്യേകമായ 3 യാസീനുകൾ ഓതി പരിശീലിപ്പിച്ചിരുന്നു. പിൻഗാമികളായ നാം അത് സ്വീകരിച്ച് ഏറ്റെടുത്ത് ചൊല്ലി വരുന്നു. ആ 3 യാസീനുകളുടെ പിന്നിലുള്ള രഹസ്യം സുബ്ഹാനല്ലാഹ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കേണപേക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ ദുആക്ക് മുമ്പാണ് ആ 3 യാസീൻ ഓതേണ്ടത്. ഈ ദുആ സുബ്ഹാനല്ലാഹ്, ആ ദുആ വെറും ബറാഅത്ത് രാവിൽ മാത്രമല്ല, അത് പതിവാക്കാൻ വേണ്ടി പോലും മഹാന്മാർ നമ്മോട് ഉപദേശിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാമുൽ ബറക അൽ ആരിഫ് ബില്ലാൽ ഹബീബ് അലി ഇബ്നു ഹസനിൽ അത്താസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഖിർതാസ് എന്ന ഗ്രന്ഥത്തില് ഒരു പ്രത്യേകമായ അധ്യായം കൊടുത്തിട്ടുണ്ട്. അദ്ഇയത്തുൻ മുബാറകത്തുൻ തൂരിഫു മുലാസമത്തുഹാ ഹുസ്നൽ ഹാലി വൽ മആൽ. ചില അനുഗ്രഹീതമായ പ്രാർത്ഥനകളുണ്ട്, അതിനെ നിർബന്ധമായി പിടികൂടുന്ന ആൾക്ക് അവന്റെ ഭാവി ശോഭനീയമാകും. അവൻ നിവസിക്കുന്ന കാലഘട്ടവും ഭാവിയും ശോഭനീയമാകും. ആത്മീയമായ പുരോഗതി ഉണ്ടാകും, സാമ്പത്തികമായ മികവുണ്ടാകും, എല്ലാ നിലക്കുമുള്ള ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനയും ബറാഅത്തിനാവിന് ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്, അത് മഹാനായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത പ്രാർത്ഥനയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്,
അതേക്കുറിച്ച് മഹാന്മാരായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൽ ഹമീദുൽ മക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പ്രാർത്ഥന അത് ചെല്ലുമ്പോൾ അതിന്റെ മുമ്പായി 3 യാസീൻ ഓതുക. ഒന്നാമത്തെ യാസീൻ ബിനിയ്യത്തി തൂരിൽ ഉംരി മഅ തൗഫീഖ് ലിത്വആ, സന്മാർഗത്തിന് ചാൻസ് കിട്ടാൻ, സൗഭാഗ്യം കിട്ടാൻ, ആ സൗഭാഗ്യത്തോടുകൂടെ ദീർഘായുസ് കിട്ടാൻ എന്ന് കരുതിക്കൊണ്ട് ഒരു യാസീൻ ഓതുക. സന്മാർഗത്തിന് സൗഭാഗ്യം കിട്ടലോടുകൂടെ ആയുസ് വർധനവ് ചിലപ്പോൾ 100-120 വയസ്സൊക്കെ ജീവിച്ച ആളുകൾ ഉണ്ടാവും. ഒരിക്കൽ പോലും ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവൂല. അതുപോലത്തെ ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല. സന്മാർഗത്തിന് തൗഫീഖ് കിട്ടിക്കൊണ്ട് ആയുസ്സിന് ദീർഘത വേണം. കണ്ടില്ലേ, 90-ലധികം വയസ്സ് ജീവിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അപ്രകാരം ജീവിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ. അവരെല്ലാം സന്മാർഗത്തിന് തൗഫീഖ് കിട്ടിക്കൊണ്ടാണ് ദീർഘായുസ് നേടിയത്. അത് പ്രകാരമുള്ള ദീർഘായുസ് കിട്ടാൻ ഒന്നാമത്തെ യാസീൻ ഓതുക. രണ്ടാമത്തെ യാസീൻ ബിനിയ്യത്തി ഇസ്മത്തി മിനൽ ആഫാത്തി വൽ ആഹാത്തി വനിയ്യത്തി സഅതി റിസ്ഖി, അപകടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് കാവല് കിട്ടുക, ഭക്ഷണ വിശാലത കിട്ടുക, ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടാമത്തെ യാസീൻ ഓതുക. മൂന്നാമത്തെ യാസീനിൽ ഖിനൽ ഖൽബി വഹുസ്നുൽ ഖാതിമത്തി, നമുക്ക് ആഖിബത്ത് നന്നാകണം, നല്ല മരണം കിട്ടണം, അതോടൊപ്പം ഹൃദയത്തിന് ഐശ്വര്യത കിട്ടണം. അലച്ചയുള്ള ഹൃദയമാകരുത്, വെപ്രാളമുള്ള ഹൃദയമാകരുത്. അങ്ങനെയുള്ള 3 യാസീനുകൾ ഓതിയതിനു ശേഷമാണ് പ്രത്യേകമായ പ്രാർത്ഥന നാം നിർവഹിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട അത്താഇ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബറാഅത്തിരാവ് ബജറ്റിരാവാണ് എന്ന് മാത്രമല്ല, മലക്കുൽ മൗത്തിലേക്ക് ഒരു ഫയൽ അല്ലാഹു തആല കൊടുക്കുന്നു. ആ ഫയലിൽ ഉള്ള ആളുകളുടെ ആത്മാവ് പിടിക്കാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. ആ ഒരു വർഷക്കാലം ആരുടെ എല്ലാം ആത്മാവിനെ പിടിച്ചെടുക്കപ്പെടുന്നു അവരുടെ ലിസ്റ്റാണ് കൊടുക്കുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ചില ആളുകൾ കൃഷി നടത്തുന്നുണ്ടാകും, കല്യാണം കഴിക്കുന്നുണ്ടാകും, ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ മരണപ്പെടാനുള്ളവരുടെ ലിസ്റ്റിലാണ് അവരുള്ളത് എന്ന കാര്യം ആ സാധുക്കൾ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് കാവൽ തിരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരന്മാരെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ബറാഅത്തിരാവ് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനമുള്ള രാവാണ്. ബറാഅത്തിരാവിനെ കുറിച്ച് കൊച്ചാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ അവരുടെ ആ ഏറ്റവും മോശപ്പെട്ട ഹീനമായ പ്രവർത്തനങ്ങൾക്ക് എതിരിൽ വിശ്വാസികൾ വിശ്വാസം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ശരിയായ മാതൃക കാണിച്ചുകൊണ്ടിരിക്കണം. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട രാവാണ് ബറാഅത്തിരാവ്. ഇങ്ങനെയുള്ള രാവ് വന്നാൽ എന്താണ് നാം ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ബഹുമാനമുള്ള രാത്രിയാണെന്ന് മനസ്സിലായാൽ ആ സുപ്രധാനമായ രാത്രിയിൽ നാം എന്തു ചെയ്യണം? ആ രാത്രിയിൽ നാം എന്ത് പ്രവർത്തിക്കണം? മഹാനായ അബൂ ത്വാലിബിൽ മക്കി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖൂത്തുൽ ഖുലൂബിൽ അതാ പറയുന്നു. സുബ്ഹാനല്ലാഹ്. 1-ാം വാള്യം 118-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബിൽ മക്കി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെ അല്ലാഹു സ്നേഹിച്ചാൽ അതിന്റെ ലക്ഷണം ഉണ്ട്. ഒരു മനുഷ്യനെ അല്ലാഹു തആല സ്നേഹിച്ചാൽ അതിന് ലക്ഷണം ഉണ്ട്. എന്താണ് ലക്ഷണം? ഒരു മനുഷ്യനെ ഇദാ അഹബ്ബല്ലാഹു അസ്സ വജല്ല അബ്ദൻ ഇസ്തഅന ലഹു ഫിൽ ഔഖാത്തിൽ ഫാളിലത്തി ബി അഫ്ളലിൽ അമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ശ്രേഷ്ഠമായ സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളെ കൊണ്ട് അവനെ അല്ലാഹു തിരഞ്ഞെടുക്കും. ശ്രേഷ്ഠമായ സമയങ്ങൾ, വിശേഷപ്പെട്ട രാവുകൾ, സമയങ്ങൾ, ആ സമയങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവനെ അല്ലാഹു തആല തിരഞ്ഞെടുക്കും.
എന്തിനു വേണ്ടിയാണ്? യുതീബഹു അഫ്ളല സവാബ്, ഏറ്റവും ഉത്തമമായ പ്രതിഫലം അവന് അല്ലാഹു കൊടുക്കാൻ വേണ്ടിയാണ്. അതേസമയത്ത് ഇതാ മക്കത്ത അബദൻ, ഒരു അടിമയോട് അല്ലാഹുവിന് വെറുത്തു വന്നാലോ, ഇസ്തമലഹു ബി അസ്വഇൽ അമാലി ഫി അഫാളിൽ ഔഖാത്ത്, നല്ല നല്ല സമയങ്ങളിൽ, ബറാഅത്ത് രാവിനെ പോലെയുള്ള സമയങ്ങളിൽ സുബ്ഹാനല്ലാഹ് മോശമായ പ്രവർത്തനങ്ങളെ കൊണ്ട് അവരെ അല്ലാഹു തിരഞ്ഞെടുക്കും. നിങ്ങൾ നോക്ക്, എത്ര ബിദ്അത്തിന്റെ കക്ഷികളാണ് ഇത്രയും രാവുകളെ കൊച്ചാക്കിക്കൊണ്ട് അവഗണനയുടെ മനസ്സുമായി മോശപ്പെട്ട ഹീനമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, നമ്മളും പലപ്പോഴും അവരുടെ പിന്നിൽ പെട്ടുപോയിക്കൊണ്ട് പല നിലക്കും വിശ്വാസങ്ങൾക്കും പങ്കാളികൾ കൈമാറ്റം ചെയ്ത സുന്ദരമായ ആചാരങ്ങൾക്കും എതിര് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവഗണിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പോലും പരിഹസിക്കുന്ന പോലും സ്വഭാവങ്ങള് നമ്മുടെ ആളുകൾക്കും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ കേട്ടു ബറാഅത്തിന്റെ നോമ്പിനെ കുറിച്ച്, അഥവാ ശഅബാൻ 15 നോമ്പ്, ആ നോമ്പിനെ കുറിച്ച് ചില ആളുകളൊക്കെ വളരെ കൊച്ചായി സംസാരിക്കുന്നതായി കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഞാൻ ഇവിടെ കിതാബുകളുടെ ഉദ്ധരണി ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കശ്ഫുൽ ഉമ്മയിലും, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇത്ഹാഫു അഹ്ലിൽ ഇസ്ലാമിലും, ബഹുമാനപ്പെട്ട ഇമാം ഔസുൽ ആലം അദ്ദേഹത്തിന്റെ അൽ ഗുന്യയിലും, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മആരിഫിലും, ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഹമീദ് അൽ മക്കി അദ്ദേഹത്തിന്റെ കൻസുൻ നജാഹിലും, ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിൽ മഹാനായ ഇബ്രാഹിം ഹൈതമി തന്നെ അദ്ദേഹത്തിന്റെ അൽ ഇവാഹു ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ദഹ്ലവി മാതബത്ത് ബിസുന്നത്തി ഫി അയ്യാമിസ് സന എന്ന ഗ്രന്ഥത്തിലുമെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താണ്? ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമൂ ലൈലഹാ വസൂമൂ യൗമഹാ. ബറാഅത്ത് രാവിന്റെ ദിവസമാസന്നമായാൽ അന്ന് രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണം, രാത്രിയെ നിങ്ങൾ ജീവസുറ്റതാക്കണം, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് ലഈഫായ ഹദീസാണോ, അത് തെളിവിന് പിടിക്കാൻ പറ്റിയ ഹദീസാണോ എന്ന് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ കാണാം, അദ്ദേഹം മറുപടി കൊടുത്തത് വൽ ഹദീസു യുഹ്തജ്ജു ബിഹി. ചോദ്യകർത്താവ് ചോദിച്ച ഹദീസ് അത് തെളിവിന് യോഗ്യമായ ഹദീസാണ്. ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. മുതഅല്ലിമീങ്ങളോടെ പോലെ തമാശയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഉസ്താദന്മാരും ആ ചർച്ചയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ആണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതഅല്ലിമീങ്ങൾ ചിലവർക്കൊക്കെ സംശയമുണ്ടായ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, 4 മദ്ഹബുകളിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള കൽപ്പിറ്റ പണ്ഡിതനായിരുന്നല്ലോ നമ്മുടെ അഹമ്മദ് കോയ ശാലിയാത്തി മഹാനുഭാവന്റെ അൽ ഫത്താവൽ അസ്ഹരിയ നോക്കൂ. അതിൽ ബഹുമാനപ്പെട്ടവരോടൊരു ചോദ്യം വന്നു, മാ ഖൗലുക്കും ദാമഫലുക്കും ഫീമാ കാന യഫ്അലുഹു സുലഹാഉൽ അസ്ലാഫു ഫീ ദിയാരിനാ മിൻ സൗമി 96 വസൗമിൽ മിറാജ് വസൗമിൽ ബറാഅത്തി ഹൽ ലിദാലിക അസ്ലും മുഅ്തമദുൻ ഫി ശരീഅത്തി അംലാ. ഉസ്താദേ, മുൻകഴിഞ്ഞു പോയ സലഫുസ്വാലിഹികൾ ചെയ്തു വരുന്ന നമ്മുടെ നാടുകളിൽ മാതൃകയുള്ള പ്രവർത്തനമായി ഇപ്പോഴും നിലനിൽക്കുന്ന ചില പ്രത്യേകമായ നോമ്പുകളുണ്ടല്ലോ, ആ നോമ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫത്വ എന്താണ്? 96 നോമ്പ് നോൽക്കുന്ന സ്വഭാവം മലബാറുകളിൽ കാണുന്നുണ്ടല്ലോ. മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ റജബ് 27 നോമ്പ് കാണുന്നുണ്ടല്ലോ. ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ശഅബാൻ 15 നോമ്പ് നോൽക്കുന്ന
പറയുന്നുണ്ടല്ലോ, ഹല്ലിദാലിക അസ്റും മുഅ്തമദുൻ ഫി ശരീഅത്തി, ഇതിന് ശരീഅത്തിൽ അടിസ്ഥാനയോഗ്യമായ വല്ല തെളിവും ഉണ്ടോ? അംലാ, അല്ലെങ്കിൽ തെളിവിന്റെ പിൻബലമില്ലാത്തതാണോ? സുബ്ഹാനല്ലാഹ്. അതിന് ബഹുമാനപ്പെട്ടവര് മറുപടി പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ ബറാഅത്തിരാവിന്റെ നോമ്പിനെ, ബറാഅത്തിന്റെ ദിവസത്തിലുള്ള നോമ്പിനെ കുറിച്ച് വന്ന ഹദീസ് പോലും അദ്ദേഹം എടുത്തു കൊടുത്തുകൊണ്ട് പറയുന്നു, ആ നോമ്പ് സ്ഥിരപ്പെട്ടതാണ്, യാഥാർത്ഥ്യമാണ് എന്ന് വിശദീകരിച്ചിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇതാ ഫഹിംത ദാലിക, മോനെ ഞാൻ പറഞ്ഞ ഫത്വകളെല്ലാം നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഅലം, നീ ഒരു കാര്യം പഠിച്ചോ, അന്നൽ അസ്ലാഫ കാനൂ അലാ ഹുദൻ വ ഇൽമിൻ ഫി ഉമൂരിദ്ദീൻ, കഴിഞ്ഞുപോയ മഹത്തുക്കളുണ്ടല്ലോ, മാതൃകയോഗ്യരായ മുൻഗാമികളുണ്ടല്ലോ, അവര് ദീനിന്റെ വിഷയത്തിൽ ദീർഘവീക്ഷണമുള്ള, ഹിദായത്തിന്റെയും ഇൽമിന്റെയും പാതയിലുള്ള വലിയ ബൃഹത്തരായ പണ്ഡിതന്മാരാണ്. വകാനോ അത്ഖിയാ സുലഹാ, അവർ തഖ്വയുള്ളവരും സ്വാലിഹീങ്ങളുമാണ്. മുജദ്ദിദീന ഫി തസവ്വുദിൽ ആഖിറ, ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്ന വിഷയത്തിൽ അവർ നവോത്ഥാന നായകന്മാരാണ്. ഫനിഅമൽ ഖൗമുഹും, അവരത്ര വലിയ ഉന്നതരാണ്. വലബിഇസ മൻ ഖലഫഹും, അവർക്ക് പിന്നിൽ വന്നവർ എത്ര വൃത്തികെട്ടവരാണ്. മിൻ ഖൗമിൻ മുതകാസിരീൻ, മടിയന്മാരായ പിൻഗാമികളെ, മുതശദ്ദിഖീന തഹവറൂ ഫീ തൈനി ഇബാദാത്തിൽ അഖ്യാർ, സൽവൃത്തരായ മുൻഗാമികളുടെ ആരാധനകളെ അധിക്ഷേപിക്കുന്ന വിഷയത്തിൽ നീണ്ട നാക്കുകളുമായി വരുന്ന മടിയന്മാരായ പിൻഗാമികൾ എത്ര മോശപ്പെട്ടവരാണ്, മുൻഗാമികൾ എത്ര മഹോന്നതന്മാരാണ്. ഞാനിത് പറയുന്നത് ഏതെങ്കിലും ബിദ്അത്തിന്റെ കക്ഷികൾ എന്തെങ്കിലും പുലമ്പുന്നത് കണ്ടുകൊണ്ട് ഫിഖ്ഹിന്റെ ഇബാറത്തിൽ ഫുഖഹാക്കൾ പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് പഠിക്കാതെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുകയോ അത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നതോ ഭൂഷണമല്ല. മഹാനായ അബൂ ത്വാലിബിൽ മക്കി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യന്റെ അല്ലാഹു തആല ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു എന്നതിന്റെ ലക്ഷണം, ഒരാളെ അല്ലാഹു തആല സ്നേഹിച്ചു എന്നതിന്റെ ലക്ഷണം, ഏറ്റവും നല്ല ശുഭമുഹൂർത്തങ്ങളിൽ ശുഭകരമായ ആരാധനകളെ കൊണ്ട് അവനെ അല്ലാഹു തെരഞ്ഞെടുക്കുക എന്നതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹുവിന് കോപം വന്നാൽ അതിന്റെ ലക്ഷണമോ, നല്ല നല്ല പീരീഡുകളിൽ മോശമായ പ്രവർത്തനങ്ങളെ കൊണ്ട് അവനെ അല്ലാഹു തആല ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. സഹോദരന്മാരെ, അതുകൊണ്ട് ഏറ്റവും ബഹുമാനമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. കേട്ടോ, ഏറ്റവും ബഹുമാനമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം തരാൻ വേണ്ടി നിശ്ചയിച്ച പ്രത്യേക സമയങ്ങളാണ് എന്ന് മനസ്സിലാക്കണം, അല്ലേ? കാരുണ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. ചില്ലറ മുഹൂർത്തങ്ങളുമായി നമുക്ക് കാരുണ്യം വീഴാൻ. കണ്ടില്ലേ, മഹാന്മാരായ ആളുകൾ പറഞ്ഞതൊക്കെ നമുക്കറിയാമല്ലോ. സുബ്ഹാനല്ലാഹ്. ഒരു ഒറ്റ സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിൽ, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടാകും, ഒരൊറ്റ സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിൽ ആ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ പോലും, മഹാരഥന്മാരായ കഴിഞ്ഞുപോയ മഹാന്മാര് എത്ര ആളുകളുടെ പേരുകൾ എണ്ണാനുണ്ട്. സുബ്ഹാനല്ലാഹ്. എത്ര മഹാന്മാര്, മഹാനായ ഇമാം മഅറൂഫ് ഖർഖി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഹബീബുൽ അജ്മി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ സുലൈമാൻ ധാറാനി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള പടുകൂറ്റൻ വിലായത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് എത്തിയ മഹാന്മാരെല്ലാം ചില പ്രത്യേക മുഹൂർത്തങ്ങളെ പരിഗണിച്ചപ്പോൾ ആ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട മഹാന്മാരാണ്. അവരുടെ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതത് കേടായത് കൊണ്ടും സമയക്കുറവുകൊണ്ടും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നോക്കി നിങ്ങള്, സുബ്ഹാനല്ലാഹ്. ഒരു മഹാനായ മനുഷ്യന്റെ സദസ്സിൽ ഇരുന്നാൽ തന്നെ കിട്ടുന്ന നേട്ടങ്ങളുടെ പേരിൽ രക്ഷപ്പെട്ടവരുടെ കഥകൾ ധാരാളം പറയാനുണ്ട്.
അതൊക്കെ ചില മുഹൂർത്തങ്ങളെ പരിഗണിച്ചതിന്റെ പേരിൽ കിട്ടിയ നേട്ടങ്ങളാണ്. ഇങ്ങനെ എത്രയോ ആളുകൾ അവര് ഭാഗ്യം കൊണ്ടത് ചില പ്രത്യേക മുഹൂർത്തങ്ങളെ പരിഗണിച്ചതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്, ആ മുഹൂർത്തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുഹൂർത്തമാണ് സുബ്ഹാനല്ലാഹ് നമ്മുടെ ബറാഅത്ത് രാവിന്റെ ദിവസത്തിലുള്ള ബറാഅത്ത് രാവ് എന്ന മുഹൂർത്തം. ഇനി എവിടെയെങ്കിലും ഒരു സദസ്സിൽ പങ്കെടുക്കാം. ഇപ്പൊ KMIC-യിൽ തന്നെ എനിക്ക് തോന്നുന്നത് ബറാഅത്ത് രാവിനൊക്കെ പ്രത്യേകമായ ഇൽമിന്റെ സദസ്സുകളും അതുപോലെ യാസീനിന്റെയും മറ്റുമെല്ലാം സദസ്സുകൾ ഉണ്ടാകുമെന്നാണ്. ഏതിനെങ്കിലും ഒന്ന് പങ്കെടുത്ത്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ ഉമ്മമാരും മറ്റുമൊക്കെ മക്കളെയും മറ്റുമൊക്കെ ഒരുമിച്ച് കൂട്ടി യാസീൻ ഓതി ആ രാവിനെ ബഹുമാനിക്കണം. ഏത് ചിപ്പിയിലാണ് മുത്തുള്ളതെന്ന് പറയാൻ കഴിയില്ല. മഹാനായ യസീദ് ബിൻ ഹാറൂൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം കാണാൻ കഴിയും. റഅയ്തു മുഹമ്മദ് ബിൻ യസീദ് അൽ വാസിത്തി ഫിൽ ബനാമി, ഞാൻ മുഹമ്മദ് ബിൻ യസീദ് അൽ വാസിത്തി എന്ന ആളെ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ചോദിച്ചു, മാ സന അല്ലാഹു ബിക, നിന്നെ അല്ലാഹു എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗഫറലി, എനിക്ക് അല്ലാഹു എല്ലാ കുറ്റങ്ങളും മാപ്പ് തന്നു. ഞാൻ ചോദിച്ചു, ബിമാദാ, എന്തുകൊണ്ടാണ് മാപ്പ് കിട്ടാൻ കാരണം? ഖാല ബി മജ്ലിസിൻ ജലസഹു ഇലൈനാ അബു അംരിൽ മിസ്രി യൗമൽ ജുമുഅത്തി ബഅദൽ അസ്രി, ഒരു ദിവസം വെള്ളിയാഴ്ച അസ്റിന്റെ ശേഷം അബു അംരിൽ മിസ്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തിരുന്നല്ലോ, ഒരു സദസ്സ് സംഘടിപ്പിച്ചിരുന്നല്ലോ. ആ സദസ്സിൽ ഞാനും പങ്കെടുത്തു. അദ്ദേഹം ദുആ ചെയ്തു, ഞങ്ങൾ ആമീൻ പറഞ്ഞു. അത് കാരണമായി കൊണ്ട് എന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നു. ഒരു വെള്ളിയാഴ്ച അസുറിന്റെ ശേഷമുള്ള സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിൽ മോക്ഷം കിട്ടിയ മഹാന്റെ കഥയാണ് കേൾക്കുന്നതെങ്കിൽ എന്റെ പൊന്നു പെങ്ങന്മാരെ, എന്റെ പൊന്നു സഹോദരന്മാരെ, ബറാഅത്ത് രാവിന്റെ ദിവസം പ്രത്യേകം ആദരവോടുകൂടെ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വല്ലതും ചെയ്താൽ അത് ചില്ലറ ഭാഗ്യമാണെന്ന് കരുതുന്നുണ്ടോ? അല്ലാഹു ഭാഗ്യശാലികൾ നമ്മെ പെടുത്തുമാറാകട്ടെ. അപ്പോൾ മുഹൂർത്തങ്ങൾ പരിഗണിക്കണം. ഇന്നൽ റബ്ബിക്കും ഫി അയ്യാമി ദഹരിക്കും ലനഫഹാത് അലാ ഫതഅറദു ഇലൈഹാ. നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, നിങ്ങളുടെ ചില സീസൺ സമയങ്ങളുണ്ട്. അല്ലാഹു തആലക്ക് ചില പ്രത്യേക സീസൺ പീരീഡുകളുണ്ട്. അത് അല്ലാഹു കാരുണ്യം വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത സമയമാണ്. ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് ബറാഅത്ത് രാവ് പുണ്യമുള്ള രാത്രിയാണെന്ന് നാം പഠിച്ചു. ബറാഅത്ത് രാവ് പോലെയുള്ള പുണ്യരാത്രികളിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട കക്ഷികളാണോ എങ്കിൽ ആ രാത്രിയെ പൊന്നുപോലെ ഉപയോഗപ്പെടുത്തണം എന്നും നാം പഠിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താണ് നാം ബറാഅത്ത് രാവിന് ചെയ്യേണ്ടത് നാം, അല്ലേ? ഇങ്ങനെയൊക്കെ ആവുമ്പോ ഇനി ബറാഅത്ത് രാവിന് നാം എന്താണ് ചെയ്യേണ്ടത്? ബറാഅത്ത് രാവിന് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് അൽ മക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയുസ്തഹബ്ബു ദുആഉ ലൈലതഹാ ബിൽ ഉമൂരിൽ മുഹമ്മദിദ് ദുനിയവിയ്യത്തി വൽ ഉഖറവിയ്യത്തി വഅഹമ്മുൽ മഗ്ഫിറത്തു വസുആലുൽ ആഫിയത്തി ഖുസൂസൻ ബിൽ അദ്ഇയത്തി നബവിയ്യാ. പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, ഉസ്താദേ എന്താണ് പ്രത്യേകം ചെയ്യാനുള്ളത്? ബറാഅത്ത് രാവിന് എന്താണ് പ്രത്യേകം ചൊല്ലാനുള്ളത്? ബഹുമാനപ്പെട്ടവരതാ പഠിപ്പിച്ചു തരുന്നു. ഏത് അക്ഷരം അറിയാത്ത ആളുകൾക്കും ചെയ്യാനുള്ള ഇബാറത്താണ് ഞാൻ ഇപ്പോൾ ഏത് അക്ഷരം അറിയാത്തവനും, ചില ആളുകളൊക്കെ പറയും ഉസ്താദേ യാസീൻ അറിയില്ല, നിങ്ങൾ എഴുതിത്തരുന്ന ദുആ ചെല്ലാൻ നോക്കി ചെല്ലാൻ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആ രാത്രിയിൽ എന്തു ചെയ്യണം? കൃത്യമായി മഹാനായ അബ്ദുൽ ഹമീദുൽ മക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയുസ്തഹബ്ബു ദുആഉ, അപ്പോൾ പ്രാർത്ഥന സുന്നത്താക്കപ്പെടും. ലൈലതഹാ, ബറാഅത്ത് രാവിൽ, ബിൽ ഉമൂരിൽ മുഹമ്മദി, മുഖ്യമായ വിഷയങ്ങളെ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുക. ആ മുഖ്യമായ വിഷയത്തിൽ ദുനിയവിയ്യത്തി വൽ ഉഖറവിയ്യത്തി, ഐച്ഛികമായ വിഷയങ്ങളും പാരത്രികമായ വിഷയങ്ങളും എല്ലാം അല്ലാഹുവിനോട് ഇറക്കാം. 28 വയസ്സായി ഉസ്താദേ, എന്റെ മകൾക്ക് വിവാഹം ശരിപ്പെട്ടില്ല, പരാതിയാണ്. 18 കൊല്ലമായി ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദാമ്പത്യ വല്ലരി പുഷ്പിച്ചിട്ടില്ല, പരാതിയാണ്.
സുബ്ഹാനല്ലാഹ്, ഷുഗർ മൂത്ത് കാല് മുറിക്കേണ്ടുന്ന അവസ്ഥയിലാണ് ഉസ്താദേ, പരാതിയാണ്. വേദന തിന്നു കഴിയുകയാണ് ഉസ്താദേ, പരാതിയാണ്. ഈ പരാതിയെല്ലാം പരിഹരിക്കാനുള്ള കേന്ദ്രം, അതിന്റെ ഓഫീസ് ഏതാണ്? അത് യജമാനനായ റബ്ബിന്റെ ഓഫീസല്ലേ? ഇലാഹുൽ കൗനി റഹ്മാനു റഹീമു റഊഫും മുഹ്സിനുൻ അബദൻ കരീമോ. ഏത് കാലത്തും കാരുണ്യം കൊണ്ട് അടിമകളെ വാരിപ്പുണരുന്ന നമ്മുടെ റബ്ബിന്റെ മുമ്പിലേക്ക്, ആ ദർബാറിലേക്ക് സമർപ്പിക്കൂ സുഹൃത്തേ. പരാതികളുടെ കെട്ട് പരിഹരിക്കാൻ കഴിവില്ലാത്ത ബലഹീനരായ സൃഷ്ടികളുടെ മുമ്പിലല്ല, സൃഷ്ടികളുടെ മുമ്പിൽ പരാതിയായി പറയുകയല്ല, സൃഷ്ടാവിനോട് അപേക്ഷിക്കുകയാണ്, അർത്ഥിക്കുകയാണ് വേണ്ടത്. സൃഷ്ടാവായ റബ്ബ് നമ്മോട് അർത്ഥിക്കാൻ വേണ്ടി വസീലയായി മഹാന്മാരെ പറഞ്ഞാൽ അവരെ സമീപിക്കുന്നതും സൃഷ്ടാവിനോടുള്ള സമീപനമാണ്. സുബ്ഹാനല്ലാഹ്, ദുനിയാവിന്റെ വിഷയത്തിലും ആഖിറത്തിന്റെ വിഷയത്തിലും മുഖ്യമായ കാര്യങ്ങളെ അല്ലാഹുവിനോട് ഇരക്കൽ സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്, ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിർത്തുന്നില്ല. ഈ വിഷയത്തിൽ എല്ലാവർക്കും പറയാം, ചൊല്ലാം. അതിന് അറബി ഭാഷ വേണമെന്നില്ല. ഇംഗ്ലീഷ് ആകാം, തമിഴ് ആകാം, കൊങ്കിണിയാകാം, മലയാളമാകാം. അറബി തന്നെ വേണമെന്നില്ല. കാരണം അള്ളാഹു അറബികളുടെ റബ്ബ് മാത്രമല്ല, മലയാളികളെ പടച്ചവനും മലയാളം പടച്ചവനും അള്ളാഹുവാണ്. ഇംഗ്ലീഷുകാരെ സൃഷ്ടിച്ചവനും ഇംഗ്ലീഷ് സംവിധാനിച്ചതും അല്ലാഹുവാണ്. അല്ലുഹാത്തു കുല്ലുഹാ തൗഖീഫിയ്യത്തുൻ, എല്ലാ ഭാഷകളും സൃഷ്ടാവിന്റെ നിർമ്മിതമാണ് എന്നാണല്ലോ നമ്മുടെ ഉസൂലിന്റെ നിദാനശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏത് ഭാഷയും അറിയുന്ന അല്ലാഹു നമ്മുടെ ഇരക്കലുകൾക്ക്, നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി നൽകും സഹോദരാ. അതുകൊണ്ട് നീ യജമാനന്റെ കവാടം മുട്ടിക്കോ. അതിൽ ദുനിയാവിന്റെ കാര്യം മാത്രമാക്കണ്ട, ദുനിയാവിന്റെ കാര്യവും പറയാം, വൽ ഉഖ്റവിയാത്ത്, ആഖിറത്തിന്റെ കാര്യവും പറയാം. മൻ കാന ഹമ്മുഹു ഹമ്മൽ ആഖിറതി ഫകഫാഹുല്ലാഹു ഹമ്മദ് ദുനിയാ വ ഹമ്മൽ ആഖിറ. ഒരാളുടെ ടെൻഷൻ മുഴുവനും ആഖിറത്തിന്റെ ടെൻഷനായാൽ അവന്റെ ദുനിയാവും ആഖിറവും യജമാനനായ റബ്ബ് പരിഹരിക്കുമെന്നല്ലേ ഹദീസിലുള്ളത്. അതുകൊണ്ട് ദുനിയാവിന്റെ ചോദ്യം കുറച്ച് കുറഞ്ഞു പോയാലും ആഖിറത്തിന്റെ ചോദ്യത്തിൽ പിശുക്കല്ല. ആഖിറം പരമാവധി ചോദിച്ചോ. പരിചയമില്ലാത്ത ലോകത്തേക്ക് പോകുന്ന സഹോദരാ, അവിടെ എന്തുണ്ട് എനിക്ക് എന്ന് അറിയാത്ത സോദരാ, ആഖിറത്തിന്റെ വിഷയത്തിൽ ഈ രാത്രി നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് പറയുന്നു, അഹമ്മുഹാ അൽ മഗ്ഫിറത്തു വസുആലുൽ ആഫിയ. ഏറ്റവും മുഖ്യമായി ബാത്തിരാവിലെന്ന് മാത്രമല്ല, ഏത് പരിശുദ്ധമായ രാവിലും മുഖ്യമായി നീ ചെല്ലേണ്ടത്, നീ പറയേണ്ടത്, നീ വിലപിച്ച് കരയേണ്ടത് അൽ മഗ്ഫിറ, പാപം പൊറുക്കാൻ ആവശ്യപ്പെടുമ്പോഴപ്പെടലാണ്. വസുആലുൽ ആഫിയ, സൗഖ്യം ആവശ്യപ്പെടലാണ്. പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ഇറക്കുക, സൗഖ്യം ആവശ്യപ്പെടുക. പാപം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക, സൗഖ്യം ആവശ്യപ്പെടുക. സുബ്ഹാനല്ലാഹ്, ഇസ്തിഗ്ഫാറിന്റെ പഴയ ഏടുകളൊക്കെ എടുത്തോ. അല്ലാഹുവിനോട് ഇരക്കാൻ, അല്ലാഹുവിനോട് കരയാൻ, അല്ലാഹുവിനോട് പറയാൻ. നാം ചെയ്തു കൂട്ടിയ അപരാധങ്ങളുടെ, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ, തമ്മാടിത്തരങ്ങളുടെ കണക്കുകൾക്ക് അതിരില്ലല്ലോ സഹോദരന്മാരെ, സഹോദരിമാരെ. യജമാനനായ റബ്ബിനോട് കണക്ക് തീർത്ത് പറയൂ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മക്കി റളിയല്ലാഹു അൻഹു ഇത് വെറുതെ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ടവരെ സനദില്ലാതെ പറഞ്ഞതല്ല,
കരുണയില്ലാതെ പറഞ്ഞതല്ല, ഇസ്ലാമിക പ്രമാണങ്ങളുടെ ലേബലിലല്ലാതെ പറഞ്ഞതല്ല. മഹാനായ ഇമാം ഗൗസുൽ ആലം ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ ഇബ്നു ഹജർ ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഹദീസ് അദ്ദേഹത്തിന് പിൻബലമായുണ്ട്. നിങ്ങൾ നോക്കൂ, മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകുമെങ്കിലും സന്ദർഭോചിതമായി ഞാൻ ഓതുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലഹാ യാ ആയിഷ അയ്യത്തു ലൈലത്തിൻ ഹിയാ. ബറാഅത്തിന്റെ രാവ് ആസന്നമായപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിക്കുന്നു, ആയിഷ, ഈ രാത്രി ഏത് രാത്രിയാണെന്ന് അറിയാമോ ആയിഷ? ആയിഷ ബീവി കൈമലർത്തി അല്ലാഹു റസൂലുഹു അലം. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ഇത് ശഅബാൻ 15-ാം രാവാണ് ആയിഷ. ഫിഹാ തുർഫഉ അഅമാലുദ് ദുനിയ വ അഅമാലുൽ ഇബാദ്. ഈ രാത്രിയിൽ ദുനിയാവിന്റെ പ്രവർത്തനങ്ങൾ, അടിമകളുടെ പ്രവർത്തനങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്ന, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന രാവാണ്. വലില്ലാഹി ഫിഹാ ഉതഖാഉ മിനന്നാർ ബിഅദ്ദി ശഅരി ഗനമി കൽബിൻ. ഈ രാത്രിയിൽ കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ അളവ് എത്രയാണോ, എണ്ണം എത്രയാണോ, അത്രയും കണ്ട് നരകത്തിൽ നിന്ന് അല്ലാഹു നരകാവകാശികളെ മോചിപ്പിക്കുന്ന രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി കൽബ് എന്ന് പറയുന്ന ഗോത്രം ഏതാണെന്ന് തെരഞ്ഞു പോകണ്ട, അവർ താടിനെ പിടിച്ച് രോമം എണ്ണാൻ നിൽക്കണ്ട. ആ പറഞ്ഞതിന്റെ അർത്ഥം കണക്കറ്റ നരകാവകാശികളെ രക്ഷപ്പെടുത്തുന്ന രാത്രി എന്നാണ്, കണക്കില്ലാത്ത അത്രയും മോചനം നടക്കുന്ന രാവ് എന്നാണ്. അതുകൊണ്ടാണ് ബറാഅത്തിന്റെ രാവ്, മോചന രാവ് എന്ന് ഈ രാത്രിക്ക് പേര് വരാനുള്ള കാരണം. ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നു, ഫഹൽ അന്തി അതിൻതിലിയ ലൈല, ഏ ആയിഷ, ഇന്നത്തെ രാത്രി എനിക്ക് നീ സമ്മതം തരുമോ? ആയിഷ ബീവി ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഞാൻ ചുരുക്കി പറയാം, 1-ാമത്തെ റക്അത്ത് നിസ്കരിച്ചു, 2-ാമത്തെ റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ വീണിട്ട് ഇങ്ങോട്ട് പൊന്തുന്നത് കാണുന്നില്ല. ആയിഷ ബീവി പറയുന്നു, അംബുറുഹു ഹത്താ വനന്തു അന്നല്ലാഹ തആല ഖദ് ഖബല റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ ബീവി പറയാണ്, നബി തങ്ങളെ അല്ലാഹു മരിപ്പിച്ചോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. സുജൂദിൽ നിന്ന് നബി തങ്ങളെ തല ഉയർത്തുന്നില്ല. അവസാനം ക്ഷമ കെട്ടുകൊണ്ട് ഞാൻ മെല്ലെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ചെന്നു. സുജൂദിൽ വീണ് കിടക്കുന്ന നബി തങ്ങളെ ഞാൻ മെല്ലെ ശ്രദ്ധിച്ചു. ആ സമയത്ത് അവിടുന്ന് സുജൂദിൽ വെച്ച് എന്തോ പിറുപിറുക്കുകയാണ്, എന്തോ മന്ത്രിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അവിടുന്ന് അല്ലാഹുവിനോട് ഇരക്കുകയാണ്. എന്താണ് ഇരക്കുന്നത്? അല്ലാഹുവേ, അഊദു ബി അഫ്വിക മിൻ ഇഖാബിക വ അഊദു برضاك من سخطك وأعوذ بك منك جل ثناؤك لا أحصي ثناء عليك أنت كما أثنيت على نفسك. പടച്ചവനെ, മാപ്പ് അല്ലാഹ്, നിന്റെ വിശാലമായ അറ്റമില്ലാത്ത മാപ്പ് കൊണ്ട് നിന്റെ ശിക്ഷയെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. നിന്റെ പൊരുത്തത്തിനെ പിടിച്ചുകൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ്, അതേ നാളെ സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള ലോക നേതാവ്, അതേ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ 1-ാം റാങ്ക് നേടിയ അത്യുത്കൃഷ്ടനായ ലോക നേതാവ്, അതേ ഈ ലോകത്ത് വെളിച്ചം വിതരണം ചെയ്യാൻ വന്ന നക്ഷത്രങ്ങളായ അമ്പിയാക്കളുടെ ഉദയസൂര്യനായ നേതാവ്, അഷ്റഫുൽ മഖ്ലൂഖീൻ, അഷ്റഫുൽ വറാ, സയ്യിദുൽ ആലം, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സുജൂദിൽ വീണ് കിടന്നുകൊണ്ട് അള്ളാഹുവോട് ദ്വാരക്കുന്നത്. അള്ളാഹുവേ, നിന്റെ ശിക്ഷയെ തൊട്ട് നിന്റെ മാപ്പ് കൊണ്ട് ഞാനിതാ കാവൽ ചോദിക്കുന്നു അല്ലാഹ്.
നിന്റെ മാപ്പ് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കും നിന്റെ ശിക്ഷയെ തൊട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഈ രാത്രിയിൽ നമുക്ക് അത് പറയണ്ടേ അള്ളാഹുവിനോട്? അള്ളാഹുവേ, ഞാൻ പറഞ്ഞതിനും ചെയ്തതിനും ഇതുവരെ ഞാൻ ചെയ്തു പോയ ചെയ്തികൾക്ക്, അക്രമങ്ങൾക്ക്, ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല അല്ലാ. ഞാൻ ചെയ്തത് ആരോടാണെങ്കിലും ഏത് അളവിലുള്ളതാണെങ്കിലും എത്രമേൽ ആവർത്തിച്ചുള്ളതാണെങ്കിലും എനിക്ക് പുറത്തുതാ അല്ലാ എന്ന് അള്ളാഹുവിനോട് പറയാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം മനസ്സ് കാണിക്കണം. അത് വെറും പറച്ചിൽ മാത്രമാകരുത്. തൗബ യാഥാർത്ഥ്യമാകാനുള്ള നിബന്ധനകൾ പാലിക്കണം. അങ്ങനെ പാലിച്ചുകൊണ്ട് നല്ല ഒരു മനസ്സ് സമ്പാദിക്കണം. വിശുദ്ധ റമദാനിനെ പുൽകാനാണ്, വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. ഇത് അങ്ങ് കേട്ടപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ചോദിച്ചു നബിയെ, നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നബിയെ, നിങ്ങൾ ഇന്നത്തെ സുജൂദിൽ ചെല്ലുന്ന ചില ദുആകൾ ഞാൻ കേട്ടു. എന്ത് ദുആയാണ് നബിയെ? ഇത് വല്ലാത്തൊരു ദുആയാണല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, ആയിഷ നീ അത് പഠിച്ചോ, നീ അത് കേട്ടോ? ആയിഷ ബീവി പറഞ്ഞു നാം. എങ്കിൽ നബി തങ്ങൾ പറയുന്നു, തഅല്ലിമീഹിന്ന വഅല്ലിമീഹിന്ന ഫഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അമറനി അൻ അദ്കുറഹുന്ന ഫിസ്സുജൂദ്. ആയിഷ, എങ്കിൽ നീ ഇത് പഠിക്കണേ, നീ ഇത് പഠിപ്പിക്കണേ, നീ ഇതിന്റെ പ്രബോധകയാകണേ. കാരണം ജിബ്രീൽ എന്നോട് സുജൂദിൽ ചെല്ലാൻ വേണ്ടി എന്നോട് നിർദ്ദേശിച്ച ദുആയാണത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാവ് വിദേശ രാജ്യങ്ങളിലെല്ലാം ഇന്ന് ബറാഅത്ത് രാവാണ്. നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും നാട്ടിലുമെല്ലാം നാളെയാണ് ബറാഅത്ത് രാവ്. നാളെ ബറാഅത്ത് രാവുള്ളവര് നാളെ, ഇന്ന് ബറാഅത്ത് രാവുള്ളവർ ഇന്ന് എന്ന രൂപത്തിൽ ബറാഅത്ത് ആഘോഷിക്കണം. ബറാഅത്ത് രാവ് ഹിയാവ് ചെയ്യണം, ബഹുമാനിക്കണം. അവർ ബഹുമാനിക്കുന്ന ഘട്ടത്തിൽ ആ ബറാഅത്ത് രാവിനെ ഉപയോഗപ്പെടുത്താനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാവരും ഉത്സാഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരു കാര്യവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ രാത്രി ഇത് ശഅബാൻ മാസമാണ്. ഈ ബറാഅത്ത് രാവ് ഉൾക്കൊള്ളുന്ന മാസം വിശുദ്ധ ശഅബാൻ മാസമാണ്. أن شعبان اعلم أن شعبان المكرم من الأشهر المعظمات. ബഹുമാനിതമായ മാസങ്ങളുടെ കൂട്ടത്തിൽ ആദരണീയമായ ഒരു മാസമാണ് ശഅബാൻ മാസം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അവദ നഫ്സഹു ഫീഹി ബിൽ ഇജ്തിഹാദി ഫാസ ഫീ റമളാന ബി ഹുസ്നിൽ ഇഅ്തിയാദ്. ഈ മാസത്തിൽ പരിശ്രമം കൊണ്ട് ശരീരത്തെ ഒരാൾ പാകപ്പെടുത്തിയെടുത്താൽ വിശുദ്ധ റമളാനിൽ അവന് ഏറ്റവും നല്ല രൂപത്തിൽ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഞാൻ നീട്ടിപ്പറയുന്നില്ല, ചുരുക്കുകയാണ്. മഗ്‌രിബിന്റെ സമയമായി. ഞാൻ ചുരുക്കി പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, റസൂലുള്ളാഹിന്റെ മാസമാണെന്ന് നബി തങ്ങൾ തന്നെ പ്രഖ്യാപിച്ച മാസമാണ്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാമിഉൽ കബീറിൽ ഉദ്ധരിച്ച ഹദീസാണ്, റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി വ റമളാനു ശഹരി ഉമ്മത്തി. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്, റമളാൻ എന്റെ സമൂഹത്തിന്റെ മാസമാണ്. ഈ വിഷയത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതേ കാണാൻ കഴിയും. റജബുൻ ശഹറുൽ ഇസ്തിഗ്ഫാരി, റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ശഅബാൻ ശഹറുസ് സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശഅബാൻ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. വ റമളാൻ ശഹറുൽ ഖുർആൻ, റമളാൻ ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും ദിക്റുകളും മറ്റുമൊക്കെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം റസൂലുള്ളാഹിന്റെ മേലിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഞാൻ ഇനി നീട്ടിപ്പോകുന്നില്ല, സമയം വളരെ കുറവാണ്. മഗ്‌രിബിനോട് അടുത്തതിന്റെ മുമ്പ് ചെയ്യേണ്ടുന്ന അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾക്ക് പരമാവധി രാത്രി ഉപയോഗപ്പെടുത്തണം, നാളെ പകലും ഉപയോഗപ്പെടുത്തണം. ആ ഉപയോഗപ്പെടുത്തുന്ന കൂട്ടത്തിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ദുആ ഏറ്റവും കൂടുതൽ പെരുപ്പിക്കണം. ഇസ്തിഗ്ഫാർ വളരെ കൂടുതൽ ഉണ്ടാവണം. ആ കൂട്ടത്തിൽ സാധുവായ എനിക്കും, എന്റെ മാതാപിതാക്കൾ, എന്റെ ഗുരുനാഥന്മാർ, എന്റെ മക്കൾ,
എൻ്റെ ഭാര്യ സഹോദരന്മാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, എൻ്റെ ശിഷ്യന്മാർ, ഈ മഹത്തായ സ്ഥാപനം, ഞാൻ നിലകൊള്ളുന്ന മഅദിൻ മസാരിഹുസ് സുന്ന എന്ന് പറയുന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിന്റെ സഹായികൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങളുടെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി, തഖ്വ ശരിപ്പെടാൻ വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടി ജീവിച്ച് മരിക്കുന്നവരാൻ വേണ്ടി ദുആ ചെയ്യണം. വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ വിവിധ ഭാഗങ്ങളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖത്തറിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ വിളിച്ചിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കേസ് നേരത്തെ പറഞ്ഞു. അർഹമുർ റഹീമീനായ റബ്ബേ, ആ സഹോദരനെ നീ എത്രയും പെട്ടെന്ന് ആ വിഷമത്തിൽ നിന്ന് കരകയറ്റണേ റഹ്മാനെ. ആ സഹോദരന്റെ ടെൻഷൻ അകറ്റണേ റഹ്മാനെ. ആ സഹോദരന്റെ ടെൻഷൻ അകറ്റണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് കരകയറ്റണേ റഹ്മാനെ. വിഷമങ്ങളിൽ കുടുങ്ങിയവരെ മുഴുവൻ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നീ മുത്തക്കങ്ങൾ പെടുത്തണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.